ഈ വക്രതയുള്ള തലമുറയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിത കാലത്ത് ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന തീമാണ് ഈ കോൺഫറൻസ് സ്വീകരിച്ചിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ വിവിധ സെഷനുകളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെഷനിൽ നമ്മളതാണ് ധ്യാനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15 നിന്നുകൊണ്ട് കർത്താവും ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. കൊമ്പിനെ കുറിച്ച്, ശിഷ്യനെ കുറിച്ചുള്ള ഏക ഉദ്ദേശം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. അതിനാണ് രക്ഷയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടത്. ശരിയായി രക്ഷിക്കപ്പെട്ട ഒരാൾ നിരന്തരമായി ദൈവവചനമനുസരിച്ച് കർത്താവിൽ വസിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരും. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ആത്മാവിന്റെ ഒരു ഫുൾനെസ്സിലേക്ക് നാം നയിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ ധാരാളമായി നമ്മുടെ മേൽ പകർന്ന ആത്മാവെന്നൊരു വാക്കുണ്ട്. അപ്പൊ വ്യക്തിപരമായി നമുക്കൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകണം. ഹോളി സ്പിരിറ്റ് നമ്മുടെ ആളത്വത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അത് കർത്താവ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദാനമായി കൊടുക്കും. അതിന് നിയോഗമുള്ള സമയത്ത് നമ്മൾ അല്പം സമയങ്ങൾ കാത്തിരിക്കണം ദൈവസന്നിധിയിൽ. വ്യക്തിപരമായി നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ വേറെ ആരും വേണ്ട. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് നിങ്ങൾക്ക് ദാനമായി തരും. മടുപ്പ് വരാതെ പെർസിസ്റ്റന്റായി ദാഹിച്ച് ഉള്ള ഒരു അനുഭവത്തിലാണെങ്കിൽ God can bless you in that way. അപ്പൊ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് വളരെ ആവശ്യമാണ്. ആത്മനിറവ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം എല്ലാ ദിവസവും നമ്മൾ നിറയണം. ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് ഒരിക്കൽ സംഭവിക്കുന്നതാണെങ്കിൽ ആത്മനിറവ് ഡെയിലി നടക്കേണ്ടതാണ്. എന്നും സ്പിരിറ്റ് ഫിൽഡ് ജീവിതം. ഈ ചിലർ ഈ സ്പിരിറ്റ് ഫിൽഡ് എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവരെ ചിന്തിക്കുന്നത് ഇങ്ങനെ നിറഞ്ഞ് ഗ്ലാസിനകത്തോട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുക. അതിനേക്കാൾ നിറവ് എന്നർത്ഥമാക്കുന്നത് ഞാൻ എത്രത്തോളം എന്നെ ആത്മാവിനെ വിധേയപ്പെടുത്തുന്നു, വിട്ടുകൊടുക്കുന്നു ആത്മാവിനെ നിയന്ത്രിക്കാൻ. അതാണ് നിറവ് എന്ന് അർത്ഥമാക്കുന്നത്. മറ്റേതിങ്ങനെ ആളുകളെ മുന്നോട്ട് വിളിച്ച് ഫിൽ എന്ന് പറയുമ്പോൾ ആള് ഫിൽ. അങ്ങനല്ല. It means you are yielding to the Holy Spirit daily, minute to minute basis. അപ്പോൾ ആത്മാവ് നമ്മുടെ മേൽ കൺട്രോൾ എടുക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരും, സംശയമില്ല. നിങ്ങൾ ഈ വചനങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ധ്യാനിക്കണം. കോൺഫറൻസിന് കേട്ടിട്ട് അത് വിട്ടു പോകരുത്. ഒരു ചിന്തയാണ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ഒരു തോട്ട്. അത് ആത്മാവ് നിങ്ങളുടെ അകത്തിട്ടാൽ നിങ്ങൾ അതിനാൽ പിടിക്കപ്പെട്ടവരാകണം. അതിനെ ധ്യാനിക്കണം, അത് ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലോലി നിങ്ങൾ ആ വിഷയത്തിലേക്ക് ദൈവം നിങ്ങളെ ഇറക്കും. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. തിങ്കളാഴ്ച മുതൽ തിരക്കേറിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് മിസ്സാകരുത്. റിവൈവൽ ഉണർവ് അങ്ങനെയല്ല. നമ്മൾ അതിനുവേണ്ടി പാഷനേറ്റ് ആകണം, അതിന്റെ പുറകെ പോകണം. കർത്താവ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ എന്നിട്ട് ഇതിനു വേണ്ടി നമ്മൾ ചിന്തിച്ചത് പലപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്ന തടസ്സം, യേശു ജീവിച്ചതുപോലെ ഒരു മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെ ഒക്കുന്നു?
അപ്പം അതിനാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചത്, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റിന് നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഹ്യൂമാനിറ്റി 100% കർത്താവിൻ്റെ ഐഹിക ജീവിത കാലത്ത് കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയിൽ ആത്മാവിൻ്റെ പവറിൽ ജീവിച്ച് ജയിച്ചു എന്നുള്ളത് വചനപ്രകാരം നമുക്കതൊരു വെളിപ്പാടായി മാറിയാൽ അത് നമ്മൾക്ക് തരുന്നൊരു വലിയ ദൂതിതാണ്, യു ക്യാൻ ഓൾസോ ഓവർകം. അപ്പൊ ഇത് വെളിപ്പാടാകണം. വെളിപ്പാടെന്ന് പറഞ്ഞാല് നമ്മുടെ അകം തുറന്ന് ഇത് ഉള്ളുകൊണ്ട് ഗ്രഹിക്കുന്ന ഒരു ആത്മീയ അനുഭവം. ഇൻഫർമേഷൻ മാത്രമാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ഈ ജീസസ് കൈൻഡ് ഓഫ് ലൈഫ് പ്രീച്ച് ചെയ്യുന്ന ഇതിന് ഘടകവിരുദ്ധമായി ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പം ഇൻഫർമേഷൻസ് അല്ല, ഇൻഫർമേഷൻ ആവശ്യമാണ്, അതൊരു റെവലേഷനായി മാറണം. നമ്മുടെ അകം തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിൽ അത് കത്തുന്നത്. ആ ഒരു അനുഭവം വരണം. അതാണ് നമ്മളെ ചേഞ്ച് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നു, ഞാൻ തീരുമാനമെടുത്തു, അടുത്ത ദിവസം ജീസസ് പോലായി. നോ, ഇതൊരു പ്രോസസ്സാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ആ കാര്യം മനസ്സിലാക്കണം. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നു എന്ന് വരാം. പക്ഷെ അത് ന്യായീകരിക്കുകയല്ല, അത് മനഃപൂർവ്വമായി ചെയ്യുകയല്ല. കഴിഞ്ഞ ദിവസം ഒരു അറിയപ്പെട്ട ചർച്ചയിൽ തന്നെ വിളിച്ച് പറഞ്ഞു, അവരുടെ നേതാവ് അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെ പാപം ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം റോമാലേഖനം 8:1 പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്കും ശിക്ഷാവിധിയില്ല. പാസ്റ്ററുടെ അഭിപ്രായം ഞാനത് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് അവരോട് ദൈവവചനം കാണിച്ചു. സ്ഥിരമായിട്ട് ഒരേ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിന്റെ മോളെന്ന് പറഞ്ഞു. അപ്പം മനഃപൂർവ്വമായിട്ട് പാപം ചെയ്ത കാര്യമല്ലേ ഞാനീ പറയുന്നത്. പെട്ടെന്ന് അറിയാതെ നിങ്ങൾ ഒരാളോട് കോപിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി ഇത് അത് തെറ്റായിപ്പോയല്ലോ. ഒട്ടനെ ആത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ ആ സെക്കൻഡ് ഫാദർ ഐ എം സോറി, അത് ശരിയല്ല, അത് ജീസസ് നേച്ചർ അല്ല. ഞാൻ ആവശ്യമില്ലാതെ ആ വാക്ക് പറയേണ്ട ഒരു കാര്യവുമില്ല. നിരപ്പ് പ്രാപിക്കുക. അദ്ദേഹത്തെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ ഒക്കുന്നൊരു സിറ്റുവേഷൻ, ബ്രദർ എന്റെ മിസ്റ്റേക്കാണ്, അഡ്മിറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ജീസസിന്റെ സ്വഭാവത്തിലേക്ക് വരണം. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ഇതൊരു പ്രോസസ്സാണ്. നമ്മളൊരു വഴി ഇങ്ങനെ നടക്കുന്നത് പ്രോസസ്സാണ്. നിരന്തരമായിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ, ആത്മാവിന് ആ ഫ്രീഡം കൊടുത്താൽ, അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ട് എന്നാൽ ഇന്ന് സിനിമ കാണണം, നാളെ ഏതായാലും ക്ഷമ ചോദിച്ചേക്കാം, കർത്തൃമേശയ്ക്ക് മുമ്പ് ക്ഷമ ചോദിച്ചേക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ദേ ആർ നോട്ട് സീരിയസ് പീപ്പിൾ. ക്ഷമിക്കുകയില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ദേ ആർ നോട്ട് സീരിയസ് പീപ്പിൾ. ഞാൻ മനഃപൂർവ്വമായിട്ട് ചെന്ന് ഇന്നൊരു പാപം ചെയ്തിട്ട് ഞാൻ ക്ഷമ ചോദിച്ചേക്കാം. ക്ഷമിക്കത്തില്ല, ഇതല്ല വിഷയം. അവർ സീരിയസ് അല്ല. അപ്പൊ ഞാനിത് വളരെ ബാലൻസ് ആയിട്ട് വന്നു. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളുണ്ട്. തെറ്റായൊരു ചിന്ത വന്നു, വാട്ട് വിൽ യു ഡു? കർത്താവേ, അവിടുത്തെ സ്വഭാവത്തിന് ചേരുന്നതല്ല, അതെന്നോട് ക്ഷമിക്കണം. അത് ഹൃദയപൂർവ്വം പറഞ്ഞാൽ അവിടുന്ന് വിശ്വസ്തനാണ് ക്ഷമിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നത്, that person is not serious. He is just fooling with his life. ആ ഒരു അനുഭവമല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിരന്തരമായി നമ്മൾ പോകുമ്പോൾ അതൊരു പ്രോസസ്സാണ്. കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകുകയാണ്. തിരിഞ്ഞ് നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം വരും. ഇങ്ങനെ മാറിയത്. സ്തോത്രം. അങ്ങനെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ ഒരുപാട് ദൂരം, ഇതൊക്കെ ഒരു
പുതിയ അറിവോ വെളിപ്പാടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് ഓൾവേസ് പ്രീച്ച്ഡ്. ഇത് വേദോസത്തിലുള്ള. പക്ഷേ ഒരു 25 വർഷമായിട്ട് ഈ ഭൗതികം കയറി അങ്ങ് പിടിച്ച് അപ്പൊ നമ്മുടെ മുഴുവൻ കാര്യവും ആവത്തയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉപസിക്കുന്നത് എന്തിനാ? ചില കെട്ടുകൾ പൊട്ടി അതിൻ്റെതായിട്ടുള്ള വിടുതലിന്റെ അനുഭവങ്ങളും അതിന്റെ നിലകളും നിലവാരങ്ങളും കണ്ടോ, എല്ലാം ഭൗതികത്തിലാണ്. ഇതിനകത്തൊന്നും മാറണം. ഭൗതികം കർത്താവ് തരിക വന്നപ്പോഴേക്കല്ലോ ഇല്ലേലും പ്രശ്നമില്ല. I want to be like Jesus. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന് നമ്മളിൽ മഹത്വമെടുക്കണം. ചിലപ്പോൾ പാപ്പരായിരിക്കുമ്പോഴായിരിക്കും ദൈവം മഹത്വമെടുക്കുന്നത്. വേണ്ട. മരണത്തിലൂടെ ദൈവത്തിന് മഹത്വമെടുക്കാൻ കഴിയും. It's up to the Lord. പുറലോകം നോക്കിയപ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണം പുറത്തെ ലോകത്തെ ക്രിമിനലിനെ പോലെ. പക്ഷെ ജീസസ് എന്താ പറയുന്നത്? തേജസ്കരിക്കപ്പെടുകയാണ്. He will be resurrected. He will ascend to the Father. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ 25 വർഷമായിട്ട് എങ്ങനെയാ ഇത് സഭകൾക്കകത്ത് കടന്നുകൂടിയെന്നറിയത്തില്ല. ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. പിന്നെ ആ ഒരു ചാലിൽ ഇങ്ങനെ പോകുകയാണ്. അവിടെ നിന്ന് നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ആത്മീക അളവിനെ കാണിക്കുന്നതല്ല. നിങ്ങളൊരു മൾട്ടി മില്യണർ ആണെന്നിരിക്കട്ടെ, that doesn't show that you are spiritual. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണായി ദൈവം ഒരു ജനത്തെ നയിക്കുക. മന്ന കിട്ടുന്നുണ്ട്, ചെരുപ്പ് കീറുന്നില്ല, വസ്ത്രം പ്രശ്നമില്ല, എല്ലാം ഒക്കെയാണ്. പക്ഷെ ന്യായവിധിയുടെ പാട് തൂങ്ങി കിടക്കുക. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന്. ദൈവം പ്രസാദിക്കാതിരുന്നപ്പോഴും ഇതെല്ലാം കൊടുത്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നല്ല ജോലിക്കകത്ത് കിട്ടി. ഓഹോ നമ്മൾ അതിനകത്ത് that never shows that നിങ്ങൾ ഏതാണ്ട് സ്പിരിച്വലി ഏതാണ്ട് വലിയ ഇതാണ്. സ്പിരിച്വലി നമ്മൾ ബ്ലെസ്ഡ് ആകുന്നത്, ദൈവത്തിന്റെ റിയൽ ബ്ലെസ്സിങ് സ്പിരിച്വലി നമ്മളിൽ വരുന്ന ഈ മാറ്റമാണ്. ജീസസ് നേച്ചർ നമ്മളിൽ വെളിപ്പെടുന്നതാണ് മനനം. പ്രൈസ് ദി ലോർഡ്. ജീസസിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നു. അതിനോട് ഞാൻ എത്ര അടുക്കുന്നു. ദാറ്റ് ഷോസ് ഹൗ മെച്യൂർ യു ആർ. അല്ലാതെ ഈ ഭൗതികമായിട്ട് ഒരു കാര്യമില്ല. ലേറ്റസ്റ്റ് മോഡല് കാറ് മേടിച്ചു, ഓ ദൈവം മാനിച്ചു, ദൈവം മാനിച്ചു. അങ്ങനൊക്കെ നമ്മൾ വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ദൈവമില്ലെന്ന് പറയുന്നവൻ നിങ്ങളെക്കാട്ടി വലിയ വണ്ടിയിലാണ് നടക്കുന്നത്, അല്ലേ? നമ്മൾ അവിടെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവര് അങ്ങനെ ഒരാളിനെ നേടാൻ നോക്കുന്നു. ഇതൊക്കെ ഒരു 10-25 വർഷം കൊണ്ട് നമ്മുടെ അകത്ത് വന്ന ചിന്തയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ, ഇഫ് യു ആർ എ റിയൽ മിനിസ്റ്റർ യു കാനോട്ട് ബി റിച്ച്. പക്ഷെ ഞാൻ കാണുന്നത് ശുശ്രൂഷ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ. Which gospel is that? ഈ വേദപുസ്തകം അവതരിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാസ് ഹി എ മൾട്ടി മില്യണർ? ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞ പോൾ, വാസ് ഹി എ മൾട്ടി മില്യണർ? അവസാനം ഒരു ജയിലിൽ അവസാനിക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു? പുതപ്പും ചർമ്മലിഖിതവും. ഇന്ന് പൗലോസിനെ പ്രസംഗിച്ച് പുതപ്പ് കമ്പനിയുണ്ട്. This is another gospel. This is another gospel.
ഒരു ശുശ്രൂഷകന്റെ കയ്യിലെ പണം വന്നാൽ തന്നെ എങ്ങനെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു? ഇത് എങ്ങനെയാ ഇതിന്റെ സംഭവം എന്നുള്ളത് നമുക്ക് ഇത്രയും പണം, ഈ ലക്ഷക്കണക്കിന് രൂപ, കോടി, 2-3 കോടിയുടെ വീടുകളാ, ഇതെങ്ങനെയാ ഇത്? ഇതല്ലേ ഈ 25-30 വർഷത്തിനിടെ വന്നത്. ആദ്യ കാലഘട്ടത്തിൽ കേരളത്തില് ഇതിനുവേണ്ടി ഇറങ്ങിയവരെങ്ങനെയായിരുന്നു? പെന്തിക്കോസ്തി ചേരണം, ബാക്കി പറയാം. ഇന്ന് മാറി. ഇന്ന് പെന്തിക്കോസ്തി ഒന്നും നല്ല കോളാണ്. സംതിങ് ഈസ് സീരിയസ്ലി റോങ്. ഈ ഭൗതികമകത്ത് കയറിയതാണ് വിഷയം. ഈ പ്രോസ്പെരിറ്റി ഗോസ്പലും ഇതിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങളല്ല. ജീസസിലേക്ക് നമ്മൾ വരുമ്പോൾ കാര്യങ്ങൾ മാറുക. ഇതൊന്നുമല്ല വലുത്. ചിലരെ ദൈവം ചിലപ്പോൾ സാമ്പത്തിക ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് വരാം, ദൈവരാജ്യ വ്യാപ്തിക്കും സാധുക്കളെ സഹായിക്കാൻ. മറ്റേ ചില ആളുകൾക്ക് അത്ര ഏൽപ്പിച്ചില്ലെന്ന് വരും. ഇതൊന്നുമല്ല വിഷയം. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ കണ്ണുകൾ ഈ മെറ്റീരിയലിൽ നിന്നും മാറ്റണം. ഇവിടെയാണോ ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ വായിച്ചിട്ട് ധ്യാനിച്ചതാണ്, എന്നെ അനുഗമിക്കുന്നവനെ എന്റെ പിതാവ് മാനിക്കും, ഞാൻ ഇരിക്കുന്നിടത്തിരുന്ന. ഇവിടെയാണോ? സ്തോത്രം. ദൈവം താൽക്കാലികമായി ഉപയോഗിക്കാൻ ചില നന്മകൾ ചിലരെ ഏൽപ്പിച്ചു എന്നവരാ. അതും അവരുടെ സ്പിരിച്വാലിറ്റിയുടെ ഏതോ ക്ലൈമാക്സ് കൊണ്ടാണെന്നോ ആണെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ പറയാൻ സാധിക്കില്ല. സ്തോത്രം. യേശുവിലേക്ക് ഒരു മടങ്ങി വരവ്, വേദപുസ്തകത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. We need to repent of our sins. പ്രവാസത്തിൽ പോയ അനുഭവമാണ്. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് കർത്താവിനെ വിളിക്കുന്നത് മെറ്റീരിയൽ കാര്യത്തിനല്ല, എന്തെങ്കിലും കാര്യസാധ്യം അങ്ങനെ ആ നിലയിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാനൊന്നും അല്ല കർത്താവിന്റെ പ്രയോറിറ്റി അതല്ല. സ്തോത്രം. നിത്യതയുടെ വിഷയമാണ്, നിത്യജീവനാണ് മുഖ്യ വിഷയം. കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ മാതൃക പിൻപറ്റുവാനാണ്. ഒരു ലൈഫ് നമുക്ക് ഭൂമിയിൽ ജീവിക്കണം. ജീസസ് ഈസ് ദ മെഷറിംഗ് റോഡ്. നമ്മള് എന്നിട്ട് രാവിലെ യോഹന്നാൻ 12:24-25 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കർത്താവ് തന്നെ ആവശ്യപ്പെടുന്നു കർത്താവിനെ അനുഗമിക്കാൻ. എ ലൈഫ് ഓഫ് സെൽഫ് ഡിനയൽ, തന്നെത്താൻ മരിക്കുന്ന അനുഭവം. കർത്താവ് നമ്മളെ അതിനുവേണ്ടി വിളിക്കുകയാണ്. 12-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ? കർഷകന്റെ കയ്യിലുള്ള ഗോതമ്പ് മണി തന്നെ ഇരുന്നാൽ അതിനകത്ത് ജീവനുണ്ട്. അത് ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ നിലത്ത് വീണ് ചാകുമ്പോഴാണ് അത് പൊട്ടി അതിനകത്തുനിന്നുള്ള ജീവൻ പുറത്തു വന്ന് ധാരാളം ഗോതമ്പ് മണികൾ ഉണ്ടാകും. ഇത് കർത്താവ് അവിടുത്തെ ക്രൂശ് മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ അടുത്ത് കർത്താവ് പറയുന്നത് ആ പ്രിൻസിപ്പിൾ തന്നെ അനുഗമിക്കുന്നവരിൽ ഉണ്ടാകണം. 25, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഈ ലോകത്തിൽ ജീവനെ കളയുക, ഈ ലോകത്തിൽ ജീവനെ സ്നേഹിക്കുക. അത് പകയ്ക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. കർത്താവും കർത്താവിന്റെ വിഷയവും എനിക്ക് പ്രയോറിറ്റി ആകുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കുന്നു. എല്ലാത്തിനും നമ്പർ 1 ജീസസ്, ഹിസ് പ്രൊജക്ട്. അവിടുന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ, അതിനാണ് ഞാൻ എന്നെ തന്നെ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ അംബീഷൻസ്, എൻ്റെ ലക്ഷ്യങ്ങൾ, ഞാൻ വലിയവനാണെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം ഞാൻ ക്രൂശിക്കും. എങ്ങനെ ഈ ലോകത്തിൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ജീവനെ? എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ വൻ പരാജയം ഉണ്ടാകുമെന്ന് ജീസസ് പറയുന്നു.
സ്തോത്രം. ഇപ്പൊ ജീസസിന്റെ ഹോൾ ലൈഫ് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ കോൺഫറൻസിൽ തൊട്ട് കാര്യങ്ങൾ പറയുക. ആദ്യം മുതൽ ജീസസിന്റെ ലൈഫ് നിങ്ങൾ പരിശോധിച്ചാൽ ഇറ്റ് വാസ് ടോട്ടലി എ ലൈഫ് ഓഫ് സെൽഫ് ഡിനയൽ. അതിന്റെ ക്ലൈമാക്സ് ആണ് താഴോട്ട് വരുമ്പോൾ ഉള്ളം കലങ്ങിയിട്ട് പറയുകയാണ്, പിതാവേ അവിടുന്ന് മഹത്വം എടുക്കണമേ. ഞാൻ മഹത്വം എടുത്തു, ഇനിയും എടുക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 33.5 വർഷവും ഞാൻ മഹത്വം. അതിനുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കർത്താവിന്റെ ശുശ്രൂഷ കാലയളവാ 3 വർഷം 3.5 വർഷം. ആദ്യത്തെ 30 വർഷം what did Jesus do? നസറേത്തിൽ താമസിച്ചു. ചിലപ്പം യോസഫ് തച്ചനായതുകൊണ്ട് തച്ചന്റെ പണികൾ ചെയ്തതാണ്. 12-ാം വയസ്സ് കഴിഞ്ഞ് ജോസഫിനെ പിന്നീട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. വേദപണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെടുന്നത് മേ ബി, അറിയത്തില്ല, കൃത്യമായിട്ട് പറയാനത്തില്ല, മേ ബി ഹി ഡൈഡ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കണം, ഇളയത്തിങ്ങളുടെ കാര്യം നോക്കണം. അതൊക്കെ ഒരു മകൻ എന്ന നിലയിൽ ജോസഫ് ചെയ്ത് കാണുമെന്നുള്ള നിഗമനമാണ്. അവിടെയെല്ലാം ഹീസ് പ്ലീസിങ് ദ ഫാദർ. പിതാവ് പറയാതെ ഒന്നും ചെയ്യത്തില്ല. നോ പബ്ലിക് മിനിസ്ട്രി, നത്തിങ്. സെൽഫ് ഡിനയല. നമുക്ക് ഒരു പ്രസംഗം വേണ്ട, അരമുറി പ്രസംഗം മതി. ഞായറാഴ്ച നമുക്കൊരു ചാൻസ് കിട്ടിയില്ലേലുള്ള ചങ്കുവേദന നമുക്ക് അറിയത് അല്ലേ? അങ്ങനെ ഒത്തിരി പേർക്ക് നെഞ്ചിന് വേദന ഉള്ളവരുണ്ട്. വലിയ പാടാ, ഒതുക്കിക്കൊണ്ട് പോകാൻ പാടാ. സാക്ഷാൽ വചനമായവൻ ജഡമെടുത്ത് അവരുടെ പള്ളിയിൽ പതിവ് പോലെ പോയെന്ന് എഴുതിയിരിക്കുന്നത്. 30 വർഷം മിണ്ടാതെ പള്ളിയിലിരുന്നു. നമ്മളെ കൊണ്ടുപോകുമോ? ചിലരെന്ത് ചൂടന്മാരാണോ, ഇങ്ങനെ വല്ലതും വന്ന് പ്രസംഗിക്കേണ്ടത്? സോദരൻ, സപ്പോസ് ഇന്നത്തെ ഒരു കണക്ക് വെച്ച് ഇന്നത്തെ ഒരു ഉപദേശി അവിടെ നിന്നൊരു ക്ലാസ് എടുക്കുക. ഗ്രീക്കിൽ അങ്ങനെയാണ്, ഹീബ്രു ഇങ്ങനെയാണ്, അതിൽ ഇങ്ങനെയാണ് പറയും. ജീസസ് അവിടെ നിന്ന് എന്ത് ഓർക്കും? മിണ്ടിയില്ല. അതെന്താ? പിതാവിന്റെ അനുവാദമില്ല. വാട്ട് എ ലൈഫ്! അതെന്താണ് കാര്യം എന്നറിയാമോ? പ്ലീസിങ് ദ ഫാദർ, സെൽഫ് ഡിനയൽ. കംപ്ലീറ്റ് നിങ്ങൾ നോക്ക്, അവിടെ തൊട്ട് കംപ്ലീറ്റ് നിങ്ങൾ നോക്ക്, എല്ലാം സെൽഫ് ഡിനയൽ. 30-ാമത്തെ വയസ്സ് വന്നപ്പോൾ നിയോഗിതനായി സ്നാനത്തിന് കടന്നു വന്നിരിക്കുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് എന്തുവാ? എനിക്ക് നിന്റെ കയ്യാലാണ് സ്നാനം ആവശ്യം. അയ്യോ, അത് വല്ലോ നമ്മൾ സ്നാനപ്പെടാൻ പോകുന്ന സമയത്ത് വല്ലവരും പറഞ്ഞാലേ പ്രൈസ് ദി ലോർഡ്, നിനക്കേലും മനസ്സിലായി വിടുതലായി അല്ലേ? ചിലരെ ഒന്ന് സ്നാനം ഒന്ന് കൺവിൻസ് ചെയ്യാൻ എന്തൊരു പാടാ. സ്തോത്രം. ജീസസ് അവിടെ പോവുക. യോഹന്നാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക്. സ്തോത്രം. അത് കഴിഞ്ഞ് ടെംപ്റ്റേഷൻ നമ്മൾ കാണും. പിന്നീടുള്ള ജീസസിന്റെ ലൈഫ് നിങ്ങൾ ഇതൊന്ന് പഠിക്കുമ്പോഴേ, ജീസസ് പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ജീസസ് സ്ത്രീകളോട് എങ്ങനെ ഇടപെട്ടു, ജീസസിന്റെ കൂടെയുള്ള ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഇങ്ങനെ നിങ്ങൾ തലക്കെട്ടിട്ട് ജീസസ് എങ്ങനെയായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കുക. ആ സ്വഭാവമാണ് നിങ്ങളിൽ വരേണ്ടത്. ജീസസ്, ഞാൻ മുമ്പേ ചോദിച്ചതുപോലെ, മൾട്ടി മില്യണർ ആയിരുന്നു. ശുശ്രൂഷിച്ച് പൈസ ഉണ്ടാക്കിയോ? പക്ഷെ ജീസസിന്റെ നാമത്തിൽ ഇന്ന് കൊള്ളയടിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇത് മുഴുവനും പിടിക്കപ്പെടും. പിന്നെ വലിയ മിടുക്കന്മാരുണ്ട്. പണ്ടൊരിക്കലും ഒരുത്തം പറഞ്ഞെന്ന്, ഒരു നേതാവിനോട് പറഞ്ഞതാ. അല്ല, അദ്ദേഹം പറഞ്ഞിങ്ങനെ, ഞാനോ പോകത്തില്ല, അവനെ ഞാനോട്ട് വിടുന്നില്ല. ഉണ്ടോ? പക്ഷെ ഇവര് പ്രസംഗിക്കുമ്പോ കരയുകയൊക്കെ ചെയ്യും.
അപ്പൊ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക് അത് അന്നേരമില്ലേ, പോയിട്ട് വേണ്ട അക്കൗണ്ട്. ജീസസിന്റെ ലൈഫ് കോപ്പി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയം എന്തായിരുന്നു ജീസസിന്റെ ടീച്ചിങ്? എന്റെ പ്രധാന വിഷയം അതല്ല, സെൽഫ് ഡിനയൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ജീസസിന്റെ ടീച്ചിങ് എന്തായിരുന്നു? ജീസസിന്റെ ടീച്ചിങ്, ജീസസ് എങ്ങനെയാ ജീവിച്ചത്? ജീസസിന്റെ ടീമിൽ സാമ്പത്തികമുള്ള കുറെ സഹോദരിമാരുണ്ടായിരുന്നു. ജീസസ് ചോദിച്ചിട്ടല്ല, അവര് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പൈസ ചോദിക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ, ഐ ടെൽ യു, ദാറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ശുശ്രൂഷിക്കുന്ന എന്ത് പ്രൊജക്റ്റ് ആയിരിക്കും. പൗലോസ് ധനശേഖരണം നടത്തി, വേറൊരു യെരുശലേമിലുള്ള സാധുക്കളായ വിശുദ്ധന്മാർക്ക് വേണ്ടി ധനശേഖരണം നടത്തി. വെരി ഗുഡ്. പൗലോസ് തന്റെ മിനിസ്ട്രിക്കല്ല ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. But Jesus and money. How did Jesus behave with women? അത് ഓരോ ശമരിയക്കാരത്തെ സ്ത്രീ എലോണായിട്ട് ജീസസ് നിൽക്കുന്നു. What was he talking? യോഹന്നാൻ 8-ാം അധ്യായം 1 മുതൽ 11 വരെ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നേരെ വന്ന് മുന്നിൽ നിൽക്കുക. എല്ലാവരും വിട്ടിച്ചു. What was he doing? എന്താണ് കർത്താവിനോട് സംസാരിച്ചത്? കർത്താവിന്റെ മനോഭാവം. ഇതാണ് നമ്മളിൽ വരേണ്ടത്. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവിന് തരാൻ കഴിയും. The Spirit of God can give that. അങ്ങനെ ഈ പുസ്തകത്തിനകത്തുനിന്ന് ജീസസ് നമ്മുടെ അകത്താണ്. Hallelujah. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. A life of self-denial. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. മത്തായിയുടെ സുവിശേഷം 16 നമ്മൾ വരുമ്പോൾ വെളിപ്പാട് കണ്ട പത്രോസ് പിന്നീട് കർത്താവിനെ ശാസിക്കാനൊക്കെ തുടങ്ങി. 22-ാം വാക്യം, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന്. സ്വതന്ത്രം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകും, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിക്കുന്നതാണ്. യു ഡൈ. ക്രൂശിന്മേൽ കഷ്ടത മാത്രമല്ല, മരണമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് മരിക്കുന്നു. ഇഹലോകത്തിലെ എൻ്റെ സുഖങ്ങൾ, എൻ്റെ അംബിഷൻസ്, ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇത് വിഷയമല്ലാതെ ഞാൻ തള്ളുമ്പോൾ നിത്യജീവനായി ഞാൻ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇഹലോകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അത് സെക്കൻഡറി ആയി ഈ ലോകത്തിലെ എൻ്റെ അംബിഷൻസ്, എൻ്റെ പൊസിഷൻസ്, ഇതൊക്കെയാണ് എനിക്ക് വലുതെങ്കിൽ യു ലൂസ് മൈ ബ്രദർ. Praise the Lord. A life of self-denial. കർത്താവ് പറയെ, എന്നെ അങ്ങനെ അനുഗമിക്കുക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ, ശുശ്രൂഷകന്റെ ക്വാളിറ്റി അത്. വിശാല അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ശുശ്രൂഷകരാണ്. ഈ പ്രധാനപ്പെട്ട പാഠങ്ങൾ വിട്ടിട്ടാണ് നമ്മൾ എന്താ ചില വരത്തുപോക്കുകളുടെ ശക്തികൾ. അതുകൊണ്ട് ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലോട്ട് വീട് മാറണം. മാഞ്ചസ്റ്ററിലും ശത്രുവുണ്ട്. Praise the Lord. Hallelujah.
നമ്മൾ മെയിൻ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. പോരാട്ടം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ബൈ ദ വേ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിലൊരു കാര്യം പറയാം. ഞാനിപ്പോ ഈ വന്നിരിക്കുന്ന ദൈവദാസനോട് ഒരു കൈ കൊണ്ട് വെച്ചു, മകനെ നിനക്ക് പോരാട്ടമുണ്ട്, കറക്റ്റ് തോന്നില്ലേ? അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൈവച്ച് പറയുന്നു, മകളെ നിനക്കും പോരാട്ടമുണ്ടെന്ന് പറയാം. കറക്റ്റാണ്. ഏത് ദിവസം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോട് കാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാലത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദൈവം ഇതിന് പോരാട്ടമുണ്ട്. പക്ഷെ പോരാട്ടത്തിൽ നമ്മൾ തളർന്നു പോകുന്നില്ല. കാരണം നമ്മുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ഇവിടെ പോരാട്ടം എന്നുള്ള വാക്ക് നോക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു എന്തൊരു കഷ്ടമായി. പ്രധാന വിഷയം വിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, ലെറ്റ് us move on. ഇപ്പൊ ഞാൻ നിങ്ങളെ ട്രൈ ടു പ്രസന്റ് ജീസസ് ടു യു. നിങ്ങൾ ഇനി ആ ലക്ഷ്യത്തോടെ ബൈബിൾ ഒന്ന് വായിക്കണം. ഐ വാണ്ട് ടു സീ ജീസസ്. ബൈബിൾ വായനയ്ക്ക് തന്നെ ഒരു പുതിയ മീനിങ് ആണ്. എങ്ങനെ ബൈബിൾ വായിക്കുന്നത്? എന്ത് എവിടെ പുസ്തകം കൊണ്ടുപോവാ താഴെ വിളിക്കുന്നതിന് മുമ്പ് പോട്ടെ, അതൊക്കെ നാട്ടിലെ കാര്യം. ഇവിടെ ഇടിയെ കാണണമെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും. നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വേദഭാഗം കേട്ടുവായിട്ട് വായിച്ച് നീ പ്രാർത്ഥിച്ച് ചേഞ്ച് ഇറ്റ്. അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. നമ്മൾ ഡിഫീറ്റിലാണ്. See Jesus in the scripture. ജീസസ് ആണ് നമ്മളെ ഡെലിവർ ചെയ്യുന്നത്. അകത്ത് ജീസസ് വന്നാൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. യേശുവിലാണ് ജീവൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ the topic is Jesus. പരീക്ഷന്മാരോട് കർത്താവ് അതാ പറയുന്നത്, നിങ്ങൾ ഈ ഭയങ്കര പണ്ഡിതന്മാരൊക്കെ പക്ഷെ നിങ്ങൾക്ക് നിത്യജീവനൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ വായിച്ചെടുത്തെല്ലാം എഴുതിയത് എന്നെ കുറിച്ചാണ്. പക്ഷെ എൻ്റെ അടുത്ത് നിങ്ങൾ വന്നില്ല. ഈ ഭയങ്കര പണ്ഡിതന്മാര് യേശുവിനെ മനസ്സിലായി പോലും ഇല്ല. യോഹന്നാൻ 5 എഴുതിയിട്ടുണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം. ബൈബിൾ ഇനി വായിക്കുമ്പോൾ ഐ വോണ്ട് ടു സീ ജീസസ്, ദ നേച്ചർ ഓഫ് ജീസസ്. പ്രാർത്ഥനാപൂർവം വൈര് ആത്മാവ് ഇതുവരെ കേൾക്കാത്തത് ആത്മാവ് നിങ്ങൾക്കൊണ്ട് തരും. കണ്ടോ ജീസസ് അങ്ങനെ ബിഹേവ് ചെയ്തത്? കണ്ടോ ജീസസ് മിണ്ടാതിരുന്നത്? യോഹന്നാൻ 6 വരുമ്പോൾ എല്ലാവരും കൂടെ ഒരു പൊസിഷൻ കൊടുക്കാൻ തുടങ്ങി. ജീസസ് എന്ത് ചെയ്തു? ആക്ച്വലി അതിന്റെ മൂലഭാഷയിൽ പറഞ്ഞ ജീസസ് അവിടെ വിട്ട് ഓടിയെന്ന്. പക്ഷെ നമ്മളെല്ലാം കൂടെ ഓടുന്ന ഇപ്പൊ എന്തിനാ? ഇതിനു വേണ്ടി. എന്താ വെച്ചാ അങ്ങനെ അല്ല. ഇതാണെങ്കിൽ കുറച്ചുകൂടെ കർത്താവിന്റെ വേല നമുക്ക് ഭംഗിയായി ശക്തമായി ചെയ്യാൻ കഴിയും. ജീസസ് വിട്ട് സ്തോത്രം. ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞ ആ സമയത്ത് എന്താണെന്നറിയാമോ? വണ്ടി വിട്ടോളാം പറഞ്ഞു. അവിടൊക്കെ ഒത്തിരി ദൂതുകളുണ്ട്. ബേത്സൈദ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പോഷിപ്പിച്ച ആ സംഭവം. ബേത്സൈദക്കാരാണ് ശിഷ്യന്മാര് ചിലര്. ഇതുവരെ ജീവിതത്തിൽ അംഗീകാരം കിട്ടിയിട്ടില്ല. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോ നാടെല്ലാം ഇളകി. യേശു രാജാവായാൽ ഇവരാരാകും? ആ സമയത്ത് ആ കർത്താവ് പറയുന്ന വണ്ടി വിടാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രധാന വിഷയം എന്താ? എന്റെ ദേശത്ത് ദൈവം എന്നെ മാനിക്കും. നമുക്ക് അതേ അറിയത്തുള്ളൂ. മാന്യത വന്നപ്പോ കർത്താവ് പറഞ്ഞ എന്താ? വണ്ടി വിട്ടു, കഫർനൂമിലേക്ക് പോയി. അങ്ങനെ ജീസസ് എവിടെയൊക്കെ ഉണ്ട്, ജീസസിനെ കാണണം. ജീസസിന്റെ മനോഭാവം, കർത്താവേ പരിശുദ്ധാത്മാവേ എനിക്ക് തരണേ. എനിക്ക് അതിനുള്ള ശക്തിയില്ല, കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ. എന്നിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. യു വിൽ സ്റ്റാർട്ട് റിയാക്ടിങ് ലൈക്ക് ജീസസ്. ആളോട് ചോദിക്കേണ്ടത് ഇതെന്തൊരു മനുഷ്യനായത്? എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ? നിങ്ങൾക്കൊരു ഇതില്ലേ? ഇല്ല, ഞാൻ കർത്താവിന്റെ ഒരു ശിഷ്യനാണ്, അതുകൊണ്ടാണ്. Praise the Lord. അതാണ്, അവിടെയാണ് പിതാവ് മഹത്വം എടുക്കുന്നത്.
ഇതിപ്പം പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലാ ഡോക്ടറും ശരിയാവും, ബന്ധുക്കോസുകാർ പറയുന്നത് എല്ലാം കറക്റ്റാണ്. പക്ഷേ ആളിനോടടുക്കുമ്പോൾ തലയിൽ കൈവെക്കുന്നു. പറയുന്നതെല്ലാം ശരിയാണ്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെയും പ്രത്യേകമായിട്ട് ഞെട്ടുന്നു, വെട്ടുന്നു, എല്ലാം ഉണ്ട്. സ്വഭാവം എന്നാണ് അടുക്കാൻ പോകുന്നത്. ഈ ചിലരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ കളിയാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ജീസസ് അങ്ങനെ ചെയ്തിട്ടൊന്നും അല്ലേ, അതൊക്കെ ഭയങ്കര ഇംപ്രസീവ് കാര്യങ്ങളാണ്. ഒത്തിരി ഇതിനകത്ത് ഡ്രാമകളുണ്ട്. വന്ന് ദൂരമൊന്നും വെളിപ്പെടുന്നില്ലല്ലോ. സ്തോത്രം. എന്താ ഇറങ്ങിപ്പോന്നല്ലാതെ എന്താ നമുക്ക് പറയണം? ഇത് വെളിപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. ജീസസ് എവിടെയും ചെന്ന് പറഞ്ഞു, പത്രോസ് നീ ശക്തമായി പ്രാർത്ഥിക്കണം, ഇന്നെന്തോ സംതിങ്. എനിക്കൊരു അനുഭവം ഉണ്ടായത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് ആരും പറഞ്ഞു. അദ്ദേഹത്തിന് ഞാനൊരു ഉപദേശിയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കണ്ണു പാസ്റ്റർ എല്ലാം മുറിഞ്ഞാന്നല്ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും പ്രാർത്ഥിച്ചു, അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. മുറിഞ്ഞ് എന്താ ഈ മുറിഞ്ഞ് കിട്ടുന്നത്? നിങ്ങളുടെ മൊബൈലിലെ ഈ മുറിഞ്ഞ് പലപ്പോഴും കിട്ടുന്ന എന്താ? സിഗ്നലില്ല. അതാണ് അതിന്റെ കാര്യം. കാരണം ഞാനപ്പോൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വചനങ്ങളെല്ലാം പലയിടത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മുറിഞ്ഞു വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോണ്ട് ബി ഇംപ്രസ്ഡ്. ഇതെല്ലാം കുറച്ച് തട്ടിപ്പൂടെയാണ്. റിയലി ഐ ടെൽ യു, ബി ഓണസ്റ്റ്. നമ്മളൊരു ശുശ്രൂഷകനാ, നമുക്ക് ഇത്ര രൂപയുള്ളൂ. അതിനെന്താ എന്നെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ? അല്ല, ഞാൻ ഏതാണ്ടൊക്കെ ഇപ്പം വല്ലതും പരിപാടി എന്തിനാ ഇതിനൊക്കെ? ഇതൊക്കെ ആളുകളെ ഇംപ്രസ് ചെയ്യാണ്. സ്തോത്രം. ജീസസിലേക്ക് തിരിക. ജീസസ് നമ്മുടെ മോഡലാകട്ടെ. എൻ്റെ ഉള്ളത്തില് ഞാനിതും എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷെ ഇത് മനസ്സിലായപ്പോൾ ജീസസിനെ ശ്രദ്ധിക്കും. ജീസസ് അങ്ങനെ പറഞ്ഞു. ജീസസ് അങ്ങോട്ട് പോയില്ല. ചിലയിടങ്ങളിൽ ജീസസ് മൗനമായി നിന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ദൂതാണ്. ഇങ്ങനെയാണ് ലൈഫിലെ സാഹചര്യങ്ങളിൽ റിയാക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് അതിനുള്ള വിലമില്ല. കോപിഷ്ഠരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. കൃപ ദൈവം തരും. ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ജീവിതം മാറും. നിങ്ങളുടെ നെയ്ബേഴ്സ്, ഈ ഇവിടുത്തെ പശ്ചാത്തലം, ഇവിടെ പിന്നെ അടുത്തിരിക്കുന്ന ആള് ആരാന്ന് നമുക്ക് അറിയില്ല. നാട്ടിലെ പശ്ചാത്തലത്തിൽ നെയ്ബേഴ്സുമായിട്ടൊക്കെ എപ്പോഴും ഇന്ററാക്ഷൻ വേണം. നെയ്ബേഴ്സുമായിട്ടൊക്കെ എന്തെല്ലാം പ്രശ്നമുള്ള ബന്ധുക്കൂസുകാരുണ്ടെന്ന് അറിയാം. കോടതി പോയിട്ട് നമ്മൾ ഞായറാഴ്ച ഒന്ന് കൈ കാഞ്ഞു കൂട്ടും. ഇറ്റ് ഡസന്റ് വർക്ക്. അതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. അത് നീതി 2 സെന്റ് ഭൂമി പോയോ? പോട്ട് സഹോദര, പോട്ടതെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എനിക്കൊരു വിഷയമില്ല. ഞാൻ ഈ 2 സെന്റ് കൊണ്ട് എന്ത് കൊടുക്കും? എനിക്ക് 2 സെന്റ് ഒന്നും പോയില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഐ ആം അറ്റ് പീസ്. ലൈഫ് മാറണം, പ്രാക്ടിക്കൽ ആകണം. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരണമെങ്കിൽ we need the power of the Holy Spirit. 13-ാം അധ്യായത്തിലേക്ക് വരിക. ജോൺ ചാപ്റ്റർ 13 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ
ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ ചിന്തിക്കുന്നത് ജീസസിന്റെ ഹോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഷോർട്ട് ഇതുകൊണ്ട് സാധ്യമല്ല. എനിക്ക് നിയോഗമുള്ള ചില കാര്യങ്ങൾ മാത്രം ഒരു സൂചനയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് പറഞ്ഞിട്ട് സെൽഫ് ഡിനയൽ ഓഫ് ജീസസ്, അതാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിൽ കർത്താവ് പറയാ, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്ത കണ്ടല്ലോ, ഇതുപോലെ ചെയ്യണം. എന്താണ് വിഷയം? 13-ാം അധ്യായം നമ്മൾ പഠിക്കണം. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണ്. കർത്താവിന്റെ പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. 13, 14, 15, 16 അധ്യായങ്ങൾ ഡിസ്കോഴ്സുകളാണ്. 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥന. ഇതെല്ലാം ശിഷ്യന്മാർക്കുള്ള പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. അതിൽ 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ അന്ത്യ അത്താഴത്തിനിരിക്കുകയാണ്. The final meal Jesus is eating with his disciples. ആ 13-ന്റെ ഈ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പിന്നെയും നമ്മൾ ഒന്ന് വിഭജിച്ചാൽ ആദ്യത്തെ 11 വാക്യങ്ങളിലാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇപ്പോൾ ചെയ്ത ഈ ക്രിയയുടെ അർത്ഥം കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേവലം ആ ക്രിയ ചെയ്യുക എന്നതുള്ളതല്ല വിഷയം. അവിടുത്തെ ക്രിയ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അർത്ഥം, അതിൽ അന്തർലീനമായി കിടക്കുന്ന ഗൗരവമേറിയ ഒരു അർത്ഥമുണ്ട്, മീനിങ് ഉണ്ട്. അതാണ് കർത്താവ് 12 മുതലുള്ള വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 20 വരെയുള്ള വാക്യങ്ങൾ, 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആളിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് പറയുകയാണ്. അപ്പൊ ഇതാണ് 13th ചാപ്റ്ററിന്റെ ഫസ്റ്റ് 30 വേഴ്സസ്. 31-ാം വാക്യം മുതൽ 14-ന്റെ 31 വരെ ഒന്നാമത്തെ ഡിസ്കോഴ്സാണ്. 15, 16 അധ്യായങ്ങൾ രണ്ടാമത്തെ ഡിസ്കോഴ്സ്. 17-ാം അധ്യായം ഹൈ പ്രീസ്റ്റ്ലി പ്രയർ. 13-ാം അധ്യായത്തിലേക്ക് വരിക. ഇവിടെ വായിക്കാനും മിടുക്കരായുള്ള ആളുകളുണ്ടല്ലോ. ആദ്യത്തെ 3 വാക്യം, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. മുമ്പേ താൻ ഈ ലോകം വിട്ട പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്ത് അവന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുറത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും. ആദ്യത്തെ 3 വാക്യങ്ങളിൽ കർത്താവിന് ചില അറിവുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, കർത്താവിന്റെ നാഴിക വന്നെന്നുള്ള അറിവ്. 2, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ആരാണെന്നുള്ള അറിവ്. പ്രത്യേകിച്ച് 11-ാം വാക്യം കൂടെ ചേർത്ത് നിങ്ങളുടെ നോട്ടിൽ എഴുതണം, എങ്കിലേ അത് ക്ലിയർ ആകത്തുള്ളൂ. 3, പിതാവ് എല്ലാം കർത്താവിനെ ഭരമേൽപ്പിച്ചു എന്ന അറിവ്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കർത്താവ് ക്രൂശ് വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്.
God is in control എന്നുള്ളത് കർത്താവിനറിയാം. അതാണ് നമ്മൾ 3-ാം വാക്യം. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. ആത്മനിറവുള്ള ദൈവമക്കൾക്കൊരറിവുണ്ടാകണം. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ കൃത്യമായി ഇന്നടത്താണ് പോകുന്നത് എന്നതിനെ കുറിച്ചൊരു അറിവ്. ആ അറിവ് എന്ന് പറയുമ്പോൾ ഒരു വെളിപ്പാട്. ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പായി അറിയാമെന്ന്. അതുണ്ടെങ്കിൽ ഭയം എന്ന് പറയുന്ന ഒരു സാധനം തൊടത്തില്ല. ജീസസിന് അങ്ങനെ അറിവുണ്ടായിരുന്നു. ഇത് അറിഞ്ഞിരിക്കെ 4-ാം വാക്യം, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി നിൽക്കണം. കർത്താവ് പറയുന്നത് എന്നെ ഇങ്ങനെ അനുഗമിക്കണമെന്നാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കണം. 12 പേരും ഇപ്പോൾ ഉണ്ട്, യൂദയുമുണ്ട്. അന്ത്യ അത്താഴത്തിനിരിക്കുക. അവരുടെ കൾച്ചറിൽ പാലസ്റ്റൈനിലെ റോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധുനിക ടാർ റോഡ് പോലെയൊന്നുമല്ല. ദേ ആർ ഡസ്റ്റി. കൂടി വന്നാൽ ഒരാളിന്റെ കാലിൽ സാൻഡൽസ് കാണും. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സോക്സ് ഒന്നുമില്ല. വീട്ടിൽ കയറി വന്നാൽ ശരിക്കും മടിയായിരിക്കും. മഴ സീസൺ വല്ലതും ആണെങ്കിൽ ശരിക്കും ചള്ളമാണ്. അവരുടെ സംസ്കാരത്തിൽ പണമുള്ളവരാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു സെർവന്റിനെ കാശ് കൊടുത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കും. വരുന്ന ഗസ്റ്റുകളുടെ കാൽ കഴുകണം. പക്ഷെ യഹൂദരൊരു നിർബന്ധമുണ്ട്. സെർവന്റിനെ ഹയർ ചെയ്താലും സെർവന്റ് യഹൂദനിൽ ആകരുത്. ജാതികളിൽ നിന്നുള്ളവരെ വല്ലതും വേണം ഹയർ ചെയ്യാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് അത്ര താണ ജോലിയാണ്. സ്തോത്രം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹോസ്റ്റായിട്ടുള്ള ഒരു ഡിന്നർ കൊടുക്കുന്നയാൾ നേരിട്ട് കഴിയുന്നു വരും. പക്ഷേ പൊതുവെ അങ്ങനെ ചെയ്യത്തില്ല. പൊതുവെ ഏറ്റവും താണ ഉള്ള സെർവൻസ് ചെയ്യുന്ന പണിയാണ് ഈ കയറി വരുന്ന ആളുകളെ കഴുകുക എന്നുള്ളത്, കാല് കഴുകുക എന്നുള്ളത്. ഇപ്പൊ ജീസസും ശിഷ്യന്മാര് 12 പേരും കൂടെ പന്തിയിലിരിക്കുമ്പോൾ അവിടെ പണക്കാരുമില്ല ഇങ്ങനൊരു സെർവന്റിനെ വെക്കാൻ. ന്യായമായി ശിഷ്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് എല്ലാവരുടെയും കാല് കഴുകണമായിരുന്നു. പക്ഷേ ആരും കഴുകില്ല. ഈ പന്തിയിലിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കണം. ഈ നമ്മളിപ്പം യോഗം കഴിഞ്ഞാൽ അവിടെ ആഹാരത്തിന് ഇരിക്കുന്ന മാന്യമായ ടേബിളും അതറിയാൻ വേണ്ടി ഇവരങ്ങനല്ല. പന്തിയിലിരിക്കുക റിക്ലൈനിങ് എന്ന വാക്കാണ്. ലോ ആയിട്ടുള്ള ഈ കൗച്ചല് ഇടത്തെ കൈകൊണ്ട് ചാരി കാലുകൾ പുറമോട്ടിട്ട് വലത്തെ കൈകൊണ്ട് ആഹാരം എടുത്ത് ഇങ്ങനെ കഴിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ അങ്ങനെ ഏറ്റവും ഈ വലത്തെ ഏറ്റവും കർത്താവിന്റെ സൈഡിൽ ഇരിക്കുന്ന ആളാകാനാണ് സാധ്യത യോഹന്നാൻ. അതാ ഈ നെഞ്ചോട് ചേർന്നെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവര് പന്തിയിലിരിക്കുക. ജീസസ് നോക്കിയപ്പം ഒരുത്തനും കഴുകുന്നില്ല. പന്തിയിൽ ആഹാരത്തിന് സപ്പറിനിരിക്കുമ്പോൾ കാലെല്ലാവരുടെയും ഡേർട്ടിയാണ്. എന്തുകൊണ്ട് ഇവർ കഴുകിയില്ല? മത്തായി 23:11, ലൂക്കോസ് 22:24. മത്തായി 23:11 കർത്താവ് നിങ്ങളിൽ വലിയവനായിരിക്കുന്നവൻ ദാസനായിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ച പാഠം മനസ്സിലായില്ല. ലൂക്കോസ് 22:24 വായിച്ചാൽ ഈ പന്തിയിലിരിക്കുന്ന സമയത്തും അകത്തെ ചിന്ത എന്താണെന്നറിയാമോ? ഞാനേതായാലും
അന്ത്രയോസിന്റെ കാലം അവൻ അങ്ങനെ കേമനൊന്നും വേണ്ട. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചു. നോക്കണേ കാര്യങ്ങൾ. 3.5 വർഷം കൂടെ നടന്ന് ദൈവരാജ്യത്തിന്റെ ക്ലാസ് മുഴുവൻ കേട്ടു. ദൈവശക്തി നേരിട്ട് കണ്ടു. അകത്തിപ്പോഴും ഇരിക്കുന്ന എന്താ? ഞാൻ ഇതുപോലത്തെ കുടുംബ സെമിനാറുകളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു കാര്യം മനസ്സിലായി, സെമിനാർ കൊണ്ട് ആർക്കും ഒരു ഗുണവും വന്നു. ഭാര്യയും ഭർത്താവും പിന്നെ അടിക്കും. ആകെ മാറാതെ സഹോദരങ്ങളെ വചനം കേട്ട് നോട്ടെല്ലാം എഴുതിയെടുത്തു. ഇതുകൊണ്ട് ആരെങ്കിലും മാറുമോ? അകത്താണ്. ഇതെന്താണ്? ഇത് ദൈവാലോചനയാണ്. ഇത് ഏറ്റെടുക്കണം. ഇറ്റ് ചേഞ്ചസ്. ജീസസിന്റെ കൂടെ നടന്ന ഒരുത്തനെയാണ് ജീസസ് തന്നെ പറഞ്ഞത്, നിങ്ങൾ ഒരുത്തൻ പിശാച്. 13ന്റെ ആരംഭത്തിൽ പിശാച് അവനെ തോന്നിപ്പിച്ചെന്ന, കുറച്ചുകൂടെ കഴിയുമ്പോൾ കണ്ടം മുക്കി കൊടുക്കുമ്പോൾ അവന്റെ അകത്ത് കേറിയെന്ന. അവൻ ആരാണ്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പന്തിയിലിരിക്കുകയാണ്. പന്തിയിലിരിക്കുമ്പോൾ ആരും അവിടെയോടും ആ വിഷയമല്ല. കഴുകില്ല, ഇത് കഴുകണ്ട, അതിനല്ല. സ്തോത്രം. അതാണ് രംഗം. അപ്പൊ 4ാമത്തെ വാക്യം. അത്താഴത്തിൽ നിന്ന് യേശു എഴുന്നേറ്റു, വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി. വസ്ത്രം ഊരി വെച്ചു എന്ന് പറയുമ്പോൾ ഔട്ടർ ഗാർമെന്റ്, ഇന്നർ ഗാർമെന്റ് ഉണ്ടെന്നേരം ഔട്ടർ ഗാർമെന്റ് മാറ്റി വെച്ചിട്ട് തോർത്തെടുത്ത് അരയിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ he became like a servant. ഇന്നലെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ നമ്മൾ പഠിച്ചല്ലേ, God to man to servant. That's a demonstration. അരയിൽ തോർത്ത് കർത്താവ് ചുറ്റിയിട്ട് 5-ാം വാക്യം, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യൂദ ഉൾപ്പെടെ ഉള്ള 12 ശിഷ്യന്മാരുടെയും കാൽ ജീസസ് കഴുകി. ബേസിനിൽ ജീസസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ജീസസ് വസ്ത്രം മാറ്റി വെച്ചിട്ട് അരയിട്ടിട്ട് ഓരോരുത്തരുടെ കാല് കഴുകി. പത്രോസിന് ഇവിടെ വന്നപ്പോൾ പത്രോസ് ഉടക്കമൊക്കെ ചെയ്യുന്ന താഴോട്ടുണ്ടോ? അവിടെ നിൽക്കട്ടെ. ജീസസിന്റെ സ്വഭാവം ഇതാണ് നമ്മളിൽ. എനിക്കും നിങ്ങൾക്ക് സൂപ്പർ പാര വെക്കുന്നവന്റെ കാൽ കഴുകുമോ? നമ്മുടെ ഒരു വാക്കുണ്ട്, അവനെ ഒതുക്കണം. പക്ഷെ ഞായറാഴ്ച അങ്ങ് ക്ലൈമാക്സിലാണ് നമ്മൾ. ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ ചെയ്തതുപോലെ ചെയ്യണമെന്നല്ലേ ജീസസ് പറഞ്ഞ് നമ്മൾ ആദ്യം വായിച്ചത്. ലുക്ക് അറ്റ് ജീസസ് ബ്രദർ. നമ്മൾ എത്രയോ ദൂരത്ത് സഞ്ചരിക്കുകയാണ്. സ്പിരിറ്റ് നമ്മുടെ അകത്ത് വന്ന് ഈ നേച്ചറാണ് തരേണ്ടത്. ഹോളി സ്പിരിറ്റ് ആണ് നമ്മളെ ഇത് കാണിച്ച് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ ജീവിക്കാം. ഒരു യൂത നമുക്കിട്ട് നാളെ നമ്മളെ ഇവനാണ് അപകടത്തിൽ ആപ്പ് വെക്കാൻ പോവാ. നമ്മൾ ക്ലിയർ ആയിട്ട് അറിയാം. നമ്മൾ ചിലപ്പോൾ പറയണ്ട പ്രൂഫ് ഉണ്ടോ എനിക്ക്? ശരി ഉണ്ടല്ലോ. കാല് കഴുകാൻ പോവും. ഞാൻ യൂതയോ മനസ്സിൽ നിങ്ങളത് കാണണം. ഇവൻ കാല് കഴുകുമ്പോഴും ഇരുന്ന് അവൻ മാനസാന്തരപ്പെട്ടിരുന്നു. ഇവൻ ഏതാ ടീം എന്ന് പറയുന്നത്? വലിയ രസമാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഒരാളെന്നെ കാണിച്ചു കൊടുക്കും. അപ്പം മറ്റ് സുവിശേഷങ്ങളോട് ചേർത്ത് വായിച്ചു. എല്ലാവരും ചോദിച്ചു, ഞാൻ ഈ പുള്ളി ചോദിച്ചു, ഞാൻ പറഞ്ഞത് ഞാൻ.
ഇങ്ങനെയുള്ള ചിലതൊക്കെ സഭയിലും ഉണ്ട് കേട്ടോ. സ്തോത്രം. ശിഷ്യന്മാർ ഷോക്കായി കാണും. ഇതെന്തോ ചെയ്യുന്നേ? അവരുടെ യജമാനനാണിത്, അവരായിരുന്നു ചെയ്യേണ്ടത്. ബൈ ദ വേ, ഈ 12 പേരും ജീസസിന്റെ വേണേ കാല് കഴുകിയേന്. അവരുടെ വിഷയം എന്താണെന്നറിയോ? ഞങ്ങളിൽ വലിയവനാരാണ്? ജീസസിന്റെ വേണേ, പാസ്റ്ററെ വേണേ കഴുകാം. പക്ഷെ അവൻ മറ്റവൻ, സ്തോത്രം, ക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ അകത്ത് വരണം. ഹല്ലേലൂയ, സ്തോത്രം. പെന്തിക്കോസ്തിനോട് ഞാൻ ചോദിക്കുന്ന നേതാക്കന്മാരോട്, നിങ്ങൾ ഏത് ജീസസിനെയാണ് ഫോളോ ചെയ്യുന്നത്? വേദോസം പറയുന്ന ജീസസിനെയാണോ? സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എവിടെയൊക്കെയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ അല്ലേ റപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത്. വാട്ട് ആർ ദേ ഡൂയിങ്? ഈ മനോഭാവം നമ്മുടേതായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പറയാം, സമുദായ പള്ളികൾ കൂട്ടിയേനെ. സമുദായക്കാരനും പറയുന്നതാണ്, നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റാ കേട്ടു, പക്ഷേ ഞങ്ങളൊന്ന് പോയി, അയ്യോ അന്ന് പൂര വട്ടിയ. സ്തോത്രം. ജീസസ് കണ്ടോ ചെയ്തത്? ഇനി 6 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ പീറ്ററിന്റെ ഒബ്ജക്ഷൻസ്. പീറ്റർ ചെറിയ എടുത്തിയാട്ടക്കാരനെ, ഇതിന്റെ 2 എക്സ്ട്രീംസ് അവിടെ കാണാം. ആദ്യം ചെന്നപ്പോ പീറ്റർ നിന്ന് ഒരിക്കലും ഒക്കത്തില്ല. കർത്താവ് എന്നാ പിന്നെ എന്റെ കൂടെ പങ്കില്ല, എന്നാ പിന്നെ തലയെ കൊണ്ട് വിളിച്ചു. 2 എക്സ്ട്രീംസ് ആണ് പീറ്ററിന്റെ ഒരു സ്വഭാവമാണ്. 2 എക്സ്ട്രീംസ് ആണ് പീറ്റർ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇത് വായിക്കുമ്പം ആരുടെ കാലം ആദ്യം കഴിക്കുന്നത്, ആരുടെ പിന്നെ കഴിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എല്ലാവരുടെയും കഴിയും, എല്ലാവരുടെയും കഴിയും. പീറ്ററിന്റെ ആ അനുഭവം കഴിഞ്ഞിട്ട് 12-ാം വാക്യം, അവൻ അവരുടെ കാല് കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? He's going to explain the meaning. പീറ്ററിനോട് നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിനക്കറിയത്തില്ല, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ക്രിയ മാത്രമല്ല അതിനകത്ത് വിഷയം. കർത്താവ് ഇരുന്ന് കഴിഞ്ഞ് പറയുകയാണ്, ഡു യു നോ ദ മീനിങ് ഓഫ് ഇറ്റ്? ഇനി ജീസസ് അതിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുക. ജീസസിന്റെ ആ താഴ്ച, ആ ഹ്യൂമിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ജീസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 13-ാം വാക്യം, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത്. നമ്മളിൽ പലരെ പോലല്ല ജീസസ്. കർത്താവിന്റെ ദാസനെ, ദാസൻ കർത്താവിന്റെ ദാസനെ ഒന്നും വിളിക്കില്ല, ഞാൻ പുഴുവും മണ്ണും പൊടിയും. ജീസസ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവിനെ എന്താ വിളിക്കുന്നത്? ഗുരുവും. റൈറ്റ്, നിങ്ങളെ വിളിക്കുന്നത് ശരിയാണ്. സ്തോത്രം. ഒത്തിരി പുഴുവും ഇതൊക്കെ പറഞ്ഞാൽ ഫോൾസ് ഹ്യൂമിലിറ്റി. ഇതൊക്കെ ചുമ്മാ ആളിനോട് അടുക്കണം. പുഴുവാന്നെ പാടുവാ. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അടുത്തത്, കർത്താവും ഗുരുവുമായ ഞാൻ. അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഐ ആം യുവർ മാസ്റ്റർ ഫ്രം ഹൈ ലെവലിലായിരിക്കും. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ, അതാണ് അതിന്റെ മീനിങ്. നിങ്ങളുടെ വിഷയം, നിങ്ങൾ ഈ വലിയവൻ ആരാന്നല്ലേ? നിങ്ങളെക്കാളുള്ള വലിയ ഞാനല്ലേ. നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്താ? ഗുരുവും. അത് കറക്റ്റാണ് നിങ്ങൾ വിളിക്കുന്നത്. പക്ഷെ ആ ഞാൻ നിങ്ങളുടെ കാൽ ഞാൻ കഴുകി. ഒരടിമ
സെർവന്റ്, ഒരു ജാതിക സെർവന്റ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു. ഐ ബിക്കെയിം എ സെർവന്റ്. നിങ്ങൾ തമ്മിൽ അതാണ് കർത്താവ് പറഞ്ഞത്, കർത്താവും ഗുരുവും ആയ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ. തമ്മിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരുടെയും. എടുത്തു പറയാം, സഹോദരിമാർ തമ്മിലും. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, പുള്ളി ഇപ്പൊ പുതിയൊരു ഉപദേശം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്ത വിവാദമാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പം ഞാൻ ഇതിനകത്ത് കാൽ കഴുകൽ ശുശ്രൂഷ വേണമെന്നോ വേണ്ടാമെന്നോ അതിൻ്റെതല്ല ടോപ്പിക്ക്. അത് തെളിയിക്കാനോ ഖണ്ഡിക്കാനോ ഇതൊന്നും അല്ല വിഷയം ഇതിന്റെ മീനിങ് ആണ്. അല്ലാതെ പുള്ളി വന്ന് പഠിപ്പിക്കാൻ കാല് കഴുകണം എല്ലാവരും നാളെ തൊട്ട്, ഇതൊന്നും അല്ല വിഷയം. എടുത്ത് ഞാൻ പറയുന്നു, എന്റെ ഇന്ന് രാത്രിയിലത്തെ ശ്രമം ജീസസിന്റെ നേച്ചർ നിങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. തന്നെത്താൻ താഴ്ത്തുവാൻ കഴിവില്ലാതെ അവർ കേമന്മാരാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് അമംഗ് യു, ഐ ആം യുവർ മാസ്റ്റർ. മാസ്റ്ററായ ഞാൻ സെർവന്റായി നിങ്ങളുടെ കാല് കഴുകി തോർത്തുകൊണ്ട് ഞാൻ തോർത്തി എങ്കിൽ ഡു ഇറ്റ്. അന്യോന്യം ചെയ്യുക. ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? ഏറ്റവും വലിയവൻ സെർവന്റ് ആണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന്, ക്രിസ്ത്യാനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് പെന്തക്കോസ്തിൽ നിന്ന്. നമ്മളേതോ ഒരു സീനിയർ പാസ്റ്ററോ എന്തോ അപ്പോൾ നമ്മുടെ വിചാരം അതുപോലെ പെട്ടി എടുക്കുന്ന ഒരാൾ മറ്റൊരാൾ എടുക്കുന്നു, അതൊക്കെ എടുക്കാൻ കുറെ എണ്ണും. ഇതെല്ലാം ഹൈപ്ഡ് അപ്പ് ആണ്. This is not Jesus' nature. This is not Jesus' nature. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് നൂറ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാം? നമുക്കെന്തോ അജണ്ടയുണ്ട് അവിടെ. ഇതെല്ലാം കുരുങ്ങിക്കിടക്കുക. ഗിവ് ആൻഡ് ടേക്ക്. ഞാനൊരു വരുന്നു, ഞാൻ ഇത്ര പൗണ്ട് കൊടുത്താൽ ഞാൻ നാട്ടിൽ ചെല്ലുമ്പം ഇവനെയും കൊണ്ട് എന്തൊക്കെയോ ഒപ്പിട്ട് ഇതെല്ലാം ഇങ്ങനെ പോവുക. ദൈവസഭ മടങ്ങി വാ. I am showing you the nature of Jesus from scripture. ആത്മാവിലായി എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആത്മപൂർണനായ ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്വഭാവമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. If you are full of the Holy Spirit, this is the nature. സ്തോത്രം, ഹല്ലേലൂയ. സത്യമായിട്ട് പറ. ഇവിടുത്തെ ചർച്ച ഐ ഡോണ്ട് നോ, ഞാൻ നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ ചർച്ചയൊന്നും വന്നിട്ടില്ല. ഈ കോമ്പറ്ററ്റീവ് സ്പിരിറ്റ് നമ്മുടെ പല ചർച്ചകളില്ലേ? കളിയും ചിരിയും തമാശയും ഒക്കെ ഭയങ്കര ഫെലോഷിപ്പ് ആണെങ്കിലും അടുക്കുന്നുടനെ പ്രശ്നമാണ്. താഴാൻ ഒക്കുന്നില്ല. സ്തോത്രം. കൊയറിൽ അവിടെ മോളെ കയറ്റുന്നതിനാ? നമ്മളെ കുഞ്ഞും പാടുമല്ലോ, പ്രശ്നമായി. കോട്ടേജ് മീറ്റിംഗിൽ എപ്പോഴും ഇതിനാ ദാനിയേലിനെ കയറ്റുന്നത്? എനിക്കും ചെറുക്കെ പ്രസംഗിക്കാൻ അറിയാമല്ലോ. ഉണ്ടോ? വിഷയങ്ങളാണ്. ഞങ്ങളിൽ വലിയവൻ ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഒരു സൺഡേ സ്കൂൾ ടീച്ചറിന്റെ പൊസിഷന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ബന്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർക്ക് പ്രവചന ശുശ്രൂഷ ഉണ്ടോ? ഉണ്ടെന്നായിരിക്കും. ഹല്ലേലൂയ. വാട്ട് ഈസ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി? എന്ത് നമ്മൾ പറയത്തില്ലേ, നല്ല പക്വതയുള്ള ഒരാളാകട്ടോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? 10, 70, 75 വയസ്സുണ്ട്. അവിടെ എന്താ ഉണ്ട്?
75, 80 വയസ്സുള്ള പിള്ളേരുണ്ട്. മനസ്സിലായോ? പക്വത എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ സ്വഭാവം എത്രയും അകത്തുണ്ട്, അതാണ് പക്വതയുടെ മാനദണ്ഡം. Are you spiritually mature? Are you full of the Holy Spirit? നമ്മളെ വാച്ച് ചെയ്യുന്നൊരു സമൂഹമുണ്ട്. വാച്ച് ചെയ്യുമ്പോൾ ഞാൻ ജീസസിന്റെ ഡിസൈപ്പിൾ ആണെന്ന് നെറ്റിക്കെഴുതി വെക്കുകയല്ല, ഞാൻ താഴുക. I'm willing to wash your feet. Praise the Lord. Hallelujah. നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ കോൺഗ്രിഗേഷൻ 50 പേരിൽ 100 പേരുടെ കാൽ നിങ്ങൾ തങ്ങളിങ്ങനെ കഴുകുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഒക്കും മീനിങ് ആയിട്ട് കഴുകുക. സഹോദരൻ, കാല് വാരാൻ വേണ്ടി കഴുകരുത്, മീനിങ് ഫുൾ ആയി. Really, he is my brother. I am his servant. I will serve you, brother. Serving in humility. സ്തോത്രം. വലിയ ലോകപ്രകാരം പണവും സെക്യുലർ ഇതൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പം ഒരു ലേബറർ ആയിരിക്കും. But he's my brother and I will serve him in love. എന്ന് പറഞ്ഞാൽ കാല് കഴുകാൻ ഒക്കുന്നെങ്കിൽ that shows your spiritual maturity. ജീസസ് പറയാ, ഗുരുവും കർത്താവുമായ ഞാൻ ഇത് ചെയ്തെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുക തമ്മിൽ ചെയ്യാം. മാനസാന്തരപ്പെടണം ഇന്ന് രാത്രി, മാനസാന്തരപ്പെടണം ഇന്ന് രാത്രി. ജാടകളും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റാണ് ചർച്ചകളെ തകർത്തത്. ഹോളി സ്പിരിറ്റിനാൽ ഫുള്ളായാൽ, if you are really full of the Holy Spirit, സ്പിരിറ്റ് തരുന്ന സ്വഭാവം ഇതാണ്. എത്ര വലിയ പ്രസംഗിയായിരിക്കും, എത്ര വലിയ ആളായിരിക്കും, if I cannot wash your feet to serve you, ഞാനാണ് ഏറ്റവും വലിയവെന്ന് തോന്നൽ, it is un-Christ-like, it is sin. Hallelujah. Praise the Lord. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നമ്മുടെ ഓരോ സെക്ഷനുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. കുടുംബത്തിൽ ഇതുണ്ട് എങ്കിൽ വഴക്കുണ്ടോ? അടുത്ത ഇലക്ഷനെ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ അല്ലേ? അങ്ങനെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഈഗോ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ ഒരു ദർശനം നമ്മൾ കാണണം. ടവലുമായി നിൽക്കുന്ന ജീസസ്. Nobody wants the towel. ഇവിടെ എല്ലാവർക്കും മിനിസ്ട്രിക്ക് അങ്ങ് ഭയം. ആ മിനിസ്ട്രി അല്ല, ഈ മിനിസ്ട്രി അല്ല, മറ്റേ മിനിസ്ട്രി. ടവലാക്കലുണ്ടോ മിനിസ്ട്രി? ആർക്കും വേണ്ട. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രണ്ടുപേരുടെയും ടവലുണ്ടെങ്കിൽ പിന്നെ അഴകില്ല. നമ്മൾ അതിനെന്താ പറയുന്നത്? സൈക്കാട്രി കൊണ്ടുപോകാം, സൈക്കോളജിസ്റ്റ് കൊണ്ടുപോകാം, സിസ്റ്ററെ എല്ലാം പറഞ്ഞാട്ട് സിസ്റ്ററിനോട്. മൂന്നാമത്തെ പുള്ളിയോട് കാര്യം പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. അയ്യോ, ഇങ്ങനായിപ്പോയല്ലോ. എന്നിട്ട് അവർ വെളിയിൽ ഇറങ്ങും, ഭർത്താവ് വന്ന് തത്ത പറയുന്ന പോലെ അയാൾ പറയും. എന്നിട്ട് നമ്മളാ തീരുമാനിക്കുന്നത് ഇവരെങ്ങനെ നടക്കണം. എന്തൊരു കഷ്ടമായത്. ആത്മനിറവുണ്ടോ? രണ്ടുപേർക്കും അന്യഭാഷയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ആത്മനിറവുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈ ജീസസ് മനോഭാവം വന്നാൽ എവിടെയാ ക്ലാഷ്? ക്ലാഷ് എന്താ കുടുംബജീവിതത്തിൽ വന്നത്? കോമ്പറ്റേറ്റീവ് സ്പിരിറ്റായി അല്ലേ? കെട്ടിയപ്പത്തോട്ട് ഞാൻ ഓർക്കുക, ഞാൻ കുരുങ്ങിയല്ലോ. തിരിച്ചു ഇങ്ങനെ ചിന്തിക്കുന്നത്. ഫിലിപ്പിന്റെ നല്ലൊരു ആലോചന വന്നതാ. അയ്യോ, അവൻ കണ്ടോ ഇപ്പം ലിവർപൂളില് ഞാന് ഏതേലും ഒരു പൂളങ്ങ് പറഞ്ഞതാ, കാര്യം മനസ്സിലായി. ഇത് വിട്ടിട്ട് സഹോദരി, ചിലര് ഞാൻ ചില അനുഭവം പറയാം. ഞാൻ ഒരിക്കലും യോഗത്തിനടുത്ത് പോയി.
പ്രസംഗിച്ച ശേഷം ഞാൻ ആ പുൾപിറ്റിൽ അവിടെ ഇരിക്കുക. ഒരു നല്ലൊരു മോള് അവള് വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. പറഞ്ഞ് എൻ്റെ അടുത്ത് ആ അമ്മയെ പറഞ്ഞ മോളെ മനസ്സിലായി. അപ്പം നിന്നെ അവൾ കല്യാണം കഴിച്ചു പോച്ചു. അപ്പം ഹസ്ബൻഡ് അത് മാറിപ്പോയി ഞങ്ങള്. അപ്പോൾ എന്നിട്ട് അവൾ എന്നെ ധൈര്യപ്പെടുത്തുക. പക്ഷെ എനിക്ക് ദൂതുണ്ടായിരുന്നു, നല്ല അനുയോജ്യമായത് വരുന്നു. ഞാൻ ഒരു കൗൺസിലിങ്ങിനും പോയില്ല, കാരണം ദൂത് കിട്ടിയിരിക്കുക. സ്തോത്രം. എന്തൊരു കഷ്ടമായി. ശരിക്കും രക്ഷിക്കപ്പെട്ട് ആത്മനിറവെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ അപ്പുറമാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ ആത്മനിറവിന് ഇതാണ്. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൈയടിച്ച് നമുക്ക് ഒരു പ്രോബ്ലം. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കൈയടിക്കാൻ ഇഷ്ടമാണ്, ശബ്ദമുണ്ടാക്കുക, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ആത്മപ്രവൃത്തി അവിടെ മാത്രമാണോ? സമുദായക്കാരൻ പറഞ്ഞു മോറോൺ കുപ്പിക്കകത്ത്, ബന്ധുക്കോസുകാരൻ പറഞ്ഞു കുത്ത്. ആത്മാവ് എന്റെ സ്വഭാവത്തെ മാറ്റുകയാണ്. അത് ചുമ്മാ മാറ്റുകയല്ല, ജീസസ് നേച്ചർ വരികയാണ്. ഈ കോമ്പറ്റീവ് സ്പിരിറ്റ് ഉള്ള വോളറ്റൈലായിട്ട് നിൽക്കുക, ബോംബ് പൊട്ടുന്ന പോലെ. ജീസസ് ഒരു ടവലെടുത്ത് എല്ലാവരുടെയും കാലോടെ കഴിയും തോർത്തി. ഇത് ഹസ്ബൻഡും വൈഫും ചെയ്ത് കഴിഞ്ഞ് എവിടെയാ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് ഞാനത് പലപ്പോഴും ആഗ്രഹിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാറുണ്ട്. കാരണം ഇതിന് അതിന്റെ അർത്ഥം ചിലർ കർത്തർമേശ വീട്ടെടുക്കണം എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ തോർത്തുമായിട്ട് അതല്ലേ. ഈ മനോഭാവം ഐ വിൽ സെർവ് യു അച്ഛ. ഹരി പറയുന്നു, ഭർത്താവ് പറയുന്നു കുഞ്ഞെ ഐ വിൽ സെർവ് യു. രണ്ടും ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറാണ്. അവിടെ എവിടെയാ ഫൈറ്റ്? അവിടെ എവിടെയാ ഒന്നും തള്ളുന്നു? അവിടെ എവിടെയാ തന്നെ അടിക്കുന്നത്? സ്തോത്രം. അവിടെ എവിടെയാ പോലീസിനെ വിളിക്കേണ്ടത്? എന്തു പറ്റി നമുക്ക്? We have gone away from Jesus. യേശുവിൽ നിന്ന് നമ്മൾ മാറിപ്പോയതാണ് നമുക്ക് പറ്റിയ തിന്മ. അത് ഇനിമേലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് മടങ്ങി വാ. ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെയാ വൈഫിന്റെയാ ഇങ്ങനെ പറഞ്ഞിട്ട് 4 പേരുടെ മുൻപിൽ ആഴ്ച എന്ത് കിട്ടും? അവരവർ മാനസാന്തരപ്പെട്ടാൽ മതി. കർത്താവേ, ഈ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് എന്റെ അകത്തതാ. So that I will serve my husband, so that I will serve my wife. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ പലതുമാണ്. You need the Holy Spirit, sister. സഹോദര, നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ്. Who will give you Jesus? മറ്റേതൊരു സെക്യുലർ വേൾഡ്ലി സ്പിരിറ്റ് ആണ്, കോമ്പറ്റീവ് സ്പിരിറ്റ്. ഇത് ദൈവസഭയ്ക്കകത്ത് ഇതിനോട് അവസാനം ഒരു മണ്ഡലത്തിലുമില്ല, നേതാക്കന്മാരുടെ മണ്ഡലത്തിലുമില്ല, പ്രാദേശിക സഭയിലുമില്ല, കുടുംബജീവിതത്തിൽ ഒന്നിനുമില്ല. ലോകത്തിന്റെ സ്പിരിറ്റ്, why you give them the chance? Holy Spirit, the Spirit who empowers me to humble myself like a servant. Hallelujah, praise the Lord, hallelujah. എന്തൊരു സ്വാതന്ത്ര്യമായി ഈ ജീസസിന്റെ ആത്മാവല്ലേ നമ്മുടെ അകത്തുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ മനോഭാവത്തോടെ ഇരിക്കുന്നെന്ന് കേട്ടോ, എനിക്ക് മനസ്സിലായി കുറച്ച് നേരമായിട്ട്. 10 ദിവസം എഴുന്നേക്കണം. ആളുകൾ ഇതൊന്നുമല്ല ജീസസ് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാം, നിങ്ങൾ അന്യോന്യം അത് ചെയ്യണം. അടുത്ത ഒരു വിഷയത്തിലേക്ക് പോവാം. ബിക്കോസ് വി ആർ ഗോയിങ് ടു എൻഡ് വെരി സൂൺ. നാളെ ഒറ്റ സെഷനിലൂടെ നമുക്ക് ഉള്ളൂ എന്നെനിക്കറിയാം. 13-ാം അധ്യായത്തിന്റെ തന്നെ 34-35 വാക്യം ഉറക്കെ വായിക്കണം. എന്താ നമ്മുടെ സബ്ജക്റ്റ്? ഫോളോയിങ് ജീസസ്. ജീസസ് ജീവിച്ചതുപോലെ. അപ്പൊ ജീസസ് എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞെന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. 34-ാം വാക്യം 13-ന്റെ 34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ
നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നും എല്ലാവരും അറിയും. എങ്ങനെയാ നമ്മൾ ശിഷ്യന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയാൻ പോകുന്നത്? സത്യം സത്യമായിട്ട് പറ. വേറെ എല്ലാ കാര്യവും നമുക്കുണ്ട്, ഇല്ലാത്ത ഒരൈറ്റം ഏതാ? സ്തോത്രം. നമ്മളിത് റിയലൈസ് ചെയ്യണം. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് പറ്റിയത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും മേജർ കാര്യം വിട്ടു, ജീസസിനെ ആക്ച്വലി വിട്ടു. നമ്മൾ ധരിക്കുകയാണ് ജീസസ് ഉണ്ടെന്ന്. ജീസസ് അവിടെ പറയുന്നത് ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ. അപ്പൊ അതാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. 13 ആദ്യം അവൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നൊരു പ്രയോഗമുണ്ട്. ഈ സ്നേഹത്തിന്റെ ക്ലൈമാക്സ് ആണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. റോമലേഖനം 5:8 എടുത്താലൊന്ന് പെട്ടെന്ന് വായിച്ച്. റോമൻസ് 5:8. അഞ്ചാം വാക്യം. ഭംഗം വരുന്നില്ല. By his spirit he gives love എന്നൊരു വാക്ക്. ദൈവത്തിന്റെ സ്നേഹം. ഏത് വാക്യം അത്? 5 തന്നെ. ഓക്കെ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. You have the Holy Spirit. എല്ലാരും ക്ലെയിം ചെയ്യുന്നത് എന്താ? Oh, we got the Holy Spirit. We got the Holy Spirit. എന്ന് പറഞ്ഞാൽ എനിക്ക് അന്യഭാഷ കിട്ടി. അന്യഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഹോളി സ്പിരിറ്റ് വന്നത് എന്തിനാണ്? ജീസസിന്റെ നേച്ചർ എനിക്ക് തരാൻ. അതിലെ പ്രധാനപ്പെട്ട ഒരു നേച്ചറാണ് ടു ലവ് മൈ ബ്രദറൻ ജസ്റ്റ് ലൈക്ക് ജീസസ് ലവ്ഡ്. ഹോളി സ്പിരിറ്റിനാൽ അല്ലാതെ സാധിക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യൂദസിനെയും പത്രോസിനെയും അന്ത്രയോസൊക്കെ ഈസി പേഴ്സൺസ് ആയിരുന്നോ സ്നേഹിക്കാൻ? പക്ഷേ ജീസസ് ലവ്. നമുക്കിപ്പോ തന്നെ തോന്നി ഇമ്പോസിബിൾ. ആ പുള്ളിയോ അയ്യോ പാദർക്ക് അറിയത്തില്ല. ചില കുടുംബത്തിൽ തന്നെ ആളുകൾ പറയുന്നില്ല, പാദറെ പുള്ളി ഭാഷക്കൊന്നും അറിയത്തില്ല, സ്നേഹിക്കാനൊന്നും ഉള്ളതാണല്ലേ. ആത്മാവ് വന്നോ, the spirit will give you the capacity, the power to love that unlovable person. Praise the Lord. എന്നിട്ട് കർത്താവ് പറയാ, ഈ തമ്മിലുള്ള ഈ സ്നേഹം കണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന്. വാട്ട് ഈസ് ദ മാർക്ക് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടുകൾ ഉണ്ടല്ലോ, ഷർട്ട്സ് നല്ല കമ്പനി സാധനമാണെങ്കിൽ ഇതിന് ഒരു മാർക്കുണ്ട്, ലോഗോ. ഈ LP ലൂയി ഫിലിപ്പ് അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ യാത്ര ചിലരൊക്കെ ഇങ്ങനെ എന്താ കമ്പനി സാധനമാണ്, അതതിൻ്റെ ലോഗോ. ഇതുപോലെ യേശുവിനെ അനുഗമിക്കുന്ന ആളിൻ്റെ മാർക്കെന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലാതെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതെന്താ സ്നേഹം? യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. 1 യോഹന്നാൻ 3:15 അടുത്ത വാക്യം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ കൊടുത്തതിനാൽ. അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളൂ, നിങ്ങൾ അന്യോന്യം
ഇവിടെ പറയാണ് പ്രാണനെ ഞാൻ വെച്ചു കൊടുത്ത് സ്നേഹിച്ചത്. അതുപോലെ പുള്ളി എന്തോ ദുരുപദേശമായത്. ഇപ്പോഴങ്ങനെ ആയിപ്പോയി. ഉപദേശം പറഞ്ഞാൽ ദുരുപദേശവും, ദുരുപദേശം പറഞ്ഞാൽ ഭയങ്കര ഉണർവാന്ന് പറയും. വേദപുസ്തകത്തിലെ വാക്യല്ലേ അത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് താഴോട്ട് മോൻസിസ് വായിച്ചാട്ടെ, അവിടെ എഴുതിയിരിക്കുന്നത് കുറെ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ഓ ഐ ലവ് യു ബ്രദർ, കേട്ടോ, സ്തോത്രം, നടക്കണേ, ഓക്കെ, ഹല്ലേലൂയ. അതല്ല, കാശിറക്കണം, സാധുക്കളെ സഹായിക്കണം. You demonstrate love. Love is sacrificial. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിന് പറയുന്ന മക്കളെ ഐ ലവ് യു. അതല്ല ചെയ്തത്. ഇത്താണ് ഭൂമിയിൽ വന്ന് he gave himself for us. ഭൗതികമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സാധുക്കൾക്ക് കൊടുക്കണം. വശമില്ലാത്തവർ UK നമ്മളിപ്പോ നോർത്ത് വരെ പോകണ്ട, നോർത്ത് ഇന്ത്യ വരെ അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ. UK ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പള്ളിക്കകത്ത് കൂടെ ആരാധിക്കുന്നവർ, ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് പൈസ കൊടുത്ത് സംരക്ഷിച്ച് ബലപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തി നിൽക്കുമ്പോൾ അവൻ ആ സ്നേഹം വിട്ടു പോവില്ല. That is Christ-like love. ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ദേശത്തിലേക്ക്. സ്തോത്രം. നമ്മൾ പലപ്പോഴും കാശ് കൊടുക്കുന്നത് എന്തിനാ? എന്റെ പേര് കാണുന്നില്ലല്ലോ. പാസ്റ്ററെ വിളിക്കും, പക്ഷെ എന്തായിരുന്നു കൊടുത്തായിരുന്നു പാസ്റ്ററെ? സ്തോത്രം. നമുക്കിത് പേര്. അപ്പം വലിയ പുള്ളികളുടെ ഒക്കെ ധാരണ എവിടെയും പേര് കിട്ടും. 500 പൗണ്ട് കൊടുത്താൽ എത്ര മടങ്ങാ അവിടെയും കിട്ടുന്നു? ആനമൊട്ട കിട്ടും. നാട്ടുകാര് പേര് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പൈസ കൊടുത്തത്. ബ്രദർ, യു ആർ ലോസ്റ്റ് ഇറ്റ്. കാരണം വചനം പറയുന്നത് കിട്ടിപ്പോയി. എന്ത് കിട്ടി? നാട്ടുകാരറിഞ്ഞു, നിനക്ക് കിട്ടാനുള്ളത് കിട്ടി. നീ അതല്ലേ ആഗ്രഹിച്ചത്. ആളുകളെല്ലാം കൂടെ നിന്നെ ബഹുമാനം കിട്ടിയല്ലോ. സോദരം, സോദര 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 സോദരം. ചിലരൊക്കെ ഇങ്ങനെ വിളിക്കും, യോ പോയോ, പോയി, അത് പോയി. അടുത്തത് തൊട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാനിപ്പോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊടുക്കാന്ന് ഇടം കൈ. അപ്പൊ അതിന്റെ അർത്ഥം ലിറ്ററൽ അല്ല. എന്റെ ഏറ്റവും അടുത്തുള്ള സ്നേഹിതൻ ആ കാര്യം അറിയരുത്. ഞാൻ രഹസ്യത്തിൽ അത് ചെയ്യുന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. രഹസ്യത്തിൽ കാണുന്ന ദൈവം റിവാർഡ് ചെയ്യും. ഹല്ലേലൂയ. സ്നേഹം എന്ന വിഷയത്തിൽ നമ്മൾ നൽകുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ മാർക്ക്, ഐഡന്റിറ്റി ഓഫ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. യേശു എങ്ങനെ സ്നേഹിച്ചു? സാക്രിഫിഷ്യൽ ലവ്. ഹി ഗേവ് ഹിംസെൽഫ് അപ്പ്. ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. സാക്രിഫിഷ്യലായി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ. ഹല്ലേലൂയ. അക്ഷരികമായിട്ട് തന്നെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ. പിന്നെ അതിന്റെ വ്യാഖ്യാനം കൂടെ പറയാം. അക്ഷരികമായിട്ടുള്ളത് ഞാൻ ഒരിക്കലും വിടുകയല്ല. നമ്മുടെ സമയം നമ്മുടെ സഹോദരന്മാർക്ക് കൊടുക്കണം. ടൈം ഈസ് ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. യോഹന്നാൻ അടുത്തത് again and again ക്രൂശിൽ കേറാൻ പോവുക. അവസാനം പറയാനുള്ളത് ലവ് ലവ് ലവ്. നമ്മൾ ഈ ഒരെണ്ണം മിസ്സായി. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ പറയുന്നത് ശരിയാണോ? ഈ സംഘടനകളുടെ എല്ലാം വഴക്കെന്താ?
ഇതാണ് പുറത്ത്. എന്നിട്ട് നമ്മൾ പറയാം ഞങ്ങൾ കാരണം വെള്ള വസ്ത്രധാരികളാണ്, പാൻറ് വെള്ള, ഇത് വെള്ള, എല്ലാം വെള്ള. ഇതെല്ലാം കൂടെ നമ്മൾ പെയിന്റ് കൂടെ ചെയ്യും വെള്ള. ഇതുകൊണ്ടൊന്നും ഡിസൈപ്പിൾ ആകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. മുമ്പേ സഹോദരി 1 യോഹന്നാൻ 3:15 വായിച്ചു. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ വായിച്ചാൽ ഈ വാക്യങ്ങളുടെ എക്സ്പോസിഷനാണ്. യോഹന്നാൻ 13:34-35 വാക്യത്തിന്റെ എക്സ്പോസിഷനാണ് ഫസ്റ്റ് ജോൺ. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിലാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പോത്തില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ ശ്രദ്ധിക്കുക. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത് ദയവായി ശ്രദ്ധിക്കുക. പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും കേട്ടിട്ടുണ്ട്. 10 കൽപ്പനയിലെ 6ാമത്തെ കൽപ്പനയാണ് കുല ചെയ്യരുത്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയും പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരെയും തല്ലിക്കൊന്നിട്ടില്ല, കുത്തിക്കൊന്നിട്ടില്ല, ചവിട്ടിക്കൊന്നിട്ടില്ല, ആകയാൽ സ്വർഗത്തിൽ പോകും. യേശു പറയാണ് ഞാനോ നിങ്ങളോട് പറയുന്നത്. താഴോട്ട് വായിക്കാം. 1 കോപിക്കുന്നവനെല്ലാം അടുത്തത് 3 അപ്പം കോപിക്കുക, നിസ്സാര, മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിൽ പോകും. വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തിയിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്ക്. ഹോളി നമ്മളിതിന് പറയുകയാണ് ഹോളി സ്പിരിറ്റ് നമ്മൾ ഭയങ്കര ആരാധനയാണ്. വിടുതലായിരുന്നു കേട്ടോ, ഭയങ്കര ആരാധനയാണ്. നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എനിക്കറിയില്ല. സ്തോത്രം. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വളരെ ദൂരെ പോയി. നമ്മൾ മടങ്ങി വരണം. കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. താഴോട്ട് കർത്താവ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് ആകയാൽ ആരാധനയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് ആരാധിക്കരുതെന്ന വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരപ്പ് വരുത്തിയ ശേഷം വന്നിട്ട് വഴിപാട് അർപ്പിക്കുക, അല്ലെങ്കിൽ ആരാധിക്കുക. അതിന് പകരം തട്ടിപ്പ് കേസുകളുണ്ട്. എഴുന്നേറ്റൊരു സാക്ഷ്യം, ആർക്കെങ്കിലും എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ആരെ ബോധിപ്പിക്കാനാണ് ഇത്? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലർ അന്യോന്യം നോക്കുന്ന പുള്ളിയുടെ ആരെങ്കിലും പറഞ്ഞു എന്നോടായിരുന്നു. ആത്മീയം ഇതാണ് എന്റെ പ്രിയ സഹോദരങ്ങൾ. ദിസ് ഇസ് സ്പിരിച്വാലിറ്റി. അകത്തു നിന്ന് എന്റെ സഹോദരനോട് സ്നേഹം. പരീക്ഷന്റെ ഭക്തി എന്താണെന്നറിയാമോ? പുറത്തവൻ ചവിട്ടി കൊന്നിട്ടില്ലോ, തല്ലി കൊന്നിട്ടില്ലോ. അകത്തിപ്പോ വാശി കാണും, വൈരാഗ്യമാണോ, അത് അകത്തെ കാര്യം. ഞാൻ പുറത്തിനല്ലോ ചെയ്തോ? ഇല്ലല്ലോ. കർത്താവ് പറയാം നോ, ന്യൂ ടെസ്റ്റ്മെന്റ് അതല്ല, അകത്താണ് മാറ്റം. അകത്ത് ഞാൻ സിൻസിയർ ആയിട്ട് എന്റെ സഹോദരനെ സ്നേഹിക്കുക. അയാളെ സ്നേഹിക്കാൻ യോഗ്യനല്ലായിരിക്കാം, ചിലപ്പോ ഒത്തിരി വൈകല്യങ്ങൾ, ഇതൊക്കെ ഇരിക്കണം. ഹി ഈസ് മൈ ബ്രദർ ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. യേശു പറയാ ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം. ഇന്ന് ഇതൊന്ന് ഏറ്റെടുത്താലുണ്ടല്ലോ ഇംഗ്ലണ്ടിൽ വിപ്ലവം ഉണ്ടാവും. ഒരൊറ്റ കാര്യം നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ വിപ്ലവം ഉണ്ടാവും UK-യിൽ among the മലയാളി കമ്മ്യൂണിറ്റി. സായിപ്പന്മാരോട് നിങ്ങളോട് വന്ന് ആരാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ് സഹോദരങ്ങളെ? We need a change. Christ-like nature, Christ-like nature is not easy. നമ്മളെ കൊണ്ട് സാധ്യമല്ല. We need the power of the Holy Spirit. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്ന് താമസമാകണം. എന്നിട്ട് അനുദിനം ഈ ആത്മാവ് പറയുന്നതിന് വിധേയപ്പെട്ടു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വഴി വരും, ഫലമുണ്ടാകും, പിതാവ് മഹത്വം എടുക്കും.
Hallelujah. Praise the Lord. Are you ready to follow Jesus? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ചൊരു തിസിസ് എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അതറിയാം. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദ നെസസിറ്റി ഓഫ് ലവ്. ബാക്കി എന്തു വരമുണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഇവിടെ ഒരാളെന്നോട് പറഞ്ഞു, നമുക്ക് ആ ചാങ്ങോട്ട് ചെന്ന് അങ്ങ് കീറാം. ഞാൻ പറഞ്ഞു, വേറെ നമ്മുടെ അങ്ങനെയല്ല. ചില പ്രവചനങ്ങളോട് ഞാനങ്ങ് പൊളിച്ചു ചെന്ന്. It's not Christ-like. It's not Christ-like. ഇവർക്ക് വല്ലതും ശമരിയക്കാരത്തിയുടെ ഡീറ്റെയിൽ പോലെ വല്ലതും ഡീറ്റെയിൽ ആരുടെയും കിട്ടിയായിരുന്നല്ലോ അവരുടെ ഇടപാട് തീർന്നു. ജീസസ് കണ്ടോ അവരോട് ഇടപെട്ടത്? ചെറുപ്പം പിടിക്കാൻ തരണേ. അവരാണ് വലിയ പോളിസി പറയുന്നു, നീ ഒരു യഹൂദൻ, ഞാൻ ചമരിയും വെള്ളം കുടിക്കണം. പിന്നെ ഔത്ത കയറി പിടിക്കില്ല, ചില ഔത്ത കയറി പിടിക്കും. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ ആരായിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ കയ്യില് ജീവജല നദി ഉണ്ടായിരുന്നു. കിണറാഴമുള്ളതാണല്ലോ, കപ്പി കയറൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ ചോദിക്കുക. ഒരു സമയം നമ്മൾ കർത്താവിനോട് ശാന്തമാണ്. സിസ്റ്റർ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് വന്നിട്ട്, എനിക്കിവിടെ ഹസ്ബൻഡ് ഒന്നുമില്ല. അത് കറക്റ്റാ സിസ്റ്റർ പറഞ്ഞത്. കാരണം ഇപ്പൊ 6ാമത്തെ കുടിയാണ്. പോയി വരും. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ നിരൂപിക്കുന്നു. മനസ്സിലായോ? കർത്താവ് ചെന്നത് പൊളിക്കാനല്ലേ, കാര്യം പറഞ്ഞ് അവസാനം ഈ ആളാരായെന്നറിയാം. ശമരിയ ഗ്രാമങ്ങളെ സുവിശേഷിച്ച ഭയങ്കര സുവിശേഷകയായി മാറി. അവിടെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഈ പുള്ളിക്കാരത്തെ നമ്മുടെ ചർച്ചിൽ അടുപ്പിക്കാൻ കൊള്ളൂ. അത് കറക്റ്റ്. ഹല്ലേലൂയ, സ്തോത്രമാണ്. അതൊരു ന്യൂട്രലാ. 5 പേരുടെ കൂടെ മാറി മാറി താമസിച്ചിട്ട് ഇപ്പോൾ നിലവിൽ ഒരാളുടെ താമസമുണ്ട്, ഭർത്താവല്ല. സത്യമായിട്ട് നിങ്ങൾ പറ, ദൈവദാസന്മാര്, ഇനി അഥവാ ഇങ്ങനെ ഒരു ആള് നമ്മുടെ ചർച്ചയിൽ വന്നാൽ നമ്മളെന്ത് പറയും? സിസ്റ്ററെ, പിന്നെ ഒന്നും തോന്നരുത് കേട്ടോ, നമുക്ക് പറ്റിയിട പറ്റില്ല. നമ്മൾ ന്യൂട്രൽ എന്ത് ചെയ്യും? നമ്മള് വിശുദ്ധരാണ്, നമ്മള് ഭയങ്കര വിശുദ്ധരാണ്. സ്തോത്രം. ജീസസിന്റെ നേച്ചർ കാണണമെങ്കിൽ കണ്ടു. ജീസസ് അക്സെപ്റ്റഡ് ഹർ. നമുക്ക് വിപ്ലവകരമായിട്ട് തോന്നും. ഞാനത് പറയാൻ വന്നതല്ല, പക്ഷേ ആ പ്രോഫറ്റിക് പൊളിക്കുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അത് വന്നുകൊണ്ട് ജീസസിനെ കണ്ടു. അവളാരായി തീർന്നു. നമ്മൾ പിന്നെ കൂടെ ഓർപ്പിച്ച് പിന്നെ അരുഷം പറഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ, എല്ലാം അറിയാം. ജീസസ് നെവർ ലൈക്ക് ദാറ്റ്. നമ്മൾ ഒത്തിരി ദൂരത്താണ്. റിയലി വെൻ യു സ്റ്റഡി ദ സ്ക്രിപ്ചർ, നമ്മൾ സ്ക്രിപ്ചർ പഠിച്ചാൽ, നമ്മൾ ശരിക്കും സ്ക്രിപ്ചർ പഠിച്ചാൽ നമ്മൾ ഏത് ജീസസിനെയാണ് ഫോളോ ചെയ്യുന്നത്? സ്തോത്രം. ഈ സഹോദരി വെള്ളം കോരാൻ വന്ന ആളാ. കോടം അവിടെ വെച്ചേച്ച് പോയിരിക്കുക. And she evangelized the whole place. അവരെ മുഴുവനും കർത്താവിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ഇവള്? She's a broken woman. നമ്മളിൽ, ഞാനിത് ആത്മാവിൽ നിങ്ങളോട് എഴുതുന്നു പറയാം, നമ്മളിൽ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ UK ഇതുപോലെ എത്ര എണ്ണം നമുക്ക് നേടായിരുന്നു. നമ്മൾ റിമാർക്ക് അടിച്ച് നമ്മൾ വിട്ടു. ബിക്കോസ് വി ഡോണ്ട് നോ ജീസസ്. എനിക്ക് പിന്നെയും അതിന് പ്രേരണ തരിക സഹോദരങ്ങളെ. 20 മൈൽ ദൈവത്തിന്റെ പുത്രൻ നടന്ന് ശമരിയ വഴി പോയെന്നാണ് യോഹന്നാൻ 4 പറയുന്നത്. ആക്ച്വലി യഹൂദന്മാർ ശമരിയ വഴി പോവില്ല. അവർക്ക് വടക്കേ ദേശം കറങ്ങി പോത്തു.
The Son of God went through Samaria. 20 miles he walked. എന്താ കർത്താവ്, ക്രൂസൈഡിന് ഒത്തിരി ആളൊക്കെ വരുമായിരിക്കും. No, just one woman. Just one single person. ദൈവത്തിന് അവൾ എത്ര വാല്യുബിളാണ്. ഈ സ്പിരിറ്റ് നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കർത്താവ് ഒരു വചനം വെളിപ്പാടായിട്ട് തന്നത്. അത് നിങ്ങൾ ചിലരോട് വളരെ ഹൃദ്യമായിട്ടായിരിക്കും ദൈവം ഇടപെടുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ തഴഞ്ഞു കാണും. If you had Christ-like nature, you could have not only saved her, she was a tool in the hand of God. നമ്മൾ ഏത് ക്രിസ്തുവിനെയാണ് കാണുന്നത്? സ്തോത്രം. ജോൺ 8 ഒരു സ്ത്രീയെ കൊണ്ട് വെച്ചിരിക്കുക, വ്യഭിചാരക്കുറ്റത്തെ പിടിച്ചതാണ്. ഓക്കെ, അവിടുത്തെ സംഭവങ്ങളൊക്കെ അറിയാം. ആളുകളെല്ലാം ഇട്ടേച്ചെല്ലാം പോയി. യേശു ഇവിടെ ആളുകളെല്ലാം നോക്കുന്നത് വേറെ കണ്ണോടുകൂടിയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്നത്, എൻ്റെ മനസ്സിൽ ഐ ട്രൈ. എനിക്ക് ജീസസിന്റെ രൂപം എങ്ങനെ ആയിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ കാണുമ്പോഴേ സ്ത്രീയെ എന്ത് എല്ലാവരും ആരെല്ലാം പോയി. സ്ത്രീ ഈ കണ്ണിലേക്ക് നോക്കി കാണും. അവിടെ ആയുസ്സിലാദ്യമായിട്ടായിരിക്കും അവൾ കണ്ടത് യാതൊരു ലസ്റ്റുമില്ലാതെ അവിടെ നോക്കുന്ന കണ്ണുകൾ. ഞാൻ നിന്നെ കണ്ണം ചെയ്യുന്നില്ല, പൊയ്ക്കോ, മേലെ പാപം ചെയ്യരുത്. അവർക്ക് എന്തൊരു ഡെലിവറൻസ് ആയിരിക്കും എന്ന് നാണം കെട്ടാണ് അവൾ അവിടെ നിന്നതല്ലേ, നിന്നതുമല്ല. Do you have this Christ-like nature? നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ പാപത്തിൽ പിടിക്കപ്പെട്ട് വല്ലാതെ കുരുങ്ങിയിരിക്കുന്നു. ഈ കണ്ണുകളോട് നോക്കാൻ ഒന്നു. As God looks at them. യേശു പാപികളെ സ്നേഹിച്ചു, പാപത്തെയാ. ലൂക്കോസ് 15:1-2 വാക്യത്തിൽ പരീശന്മാർ പെറുപെറുത്തിയില്ല. പാപികളുടെ കൂടെ ഭക്ഷണം. കർത്താവ് ഉടനെ ചെയ്തതെന്നറിയാം. 3 ഉപമകൾ അങ്ങോട്ട് പറഞ്ഞു. ഒന്ന്, 100 ആടുള്ള ഒരുത്തൻ, ഒരാട് നഷ്ടപ്പെട്ടു. ഇടയൻ അതിന്റെ പുറകെ പോയി. ഈ ആടിനെ കിട്ടിയപ്പോൾ സ്വർഗത്തിൽ വലിയ ദ്രഹ്മ കെട്ടിയ സ്ത്രീ അതിൽ അടിച്ചു വാരിയപ്പോ ദ്രഹ്മ കെട്ടിക്കഴിഞ്ഞാൽ അവളവിടെ ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് സന്തോഷിക്കും. സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇങ്ങനെ സന്തോഷം. എന്താ ഇവരോട് പറയുന്നത് അറിയാം? നീതിമാന്മാരായ നിങ്ങളെക്കാട്ടിലൊക്കെ സ്വർഗം ഇളകി മറിയുന്നത് ഒരു പാവി മാനസാന്തരമാണ്. എന്നിട്ട് മുടിയനായ പുത്രന്റെ കാര്യം പറഞ്ഞിട്ട് കർത്താവ് അതിൽ ഉൾക്കൊള്ളുന്നറിയും. ആ ജ്യേഷ്ഠനാണ് നിങ്ങൾ, അജ്യേഷ്ഠനാണ് നിങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴും കുറ്റം. അവൻ വേശ്യമാരോടെ പോയി ഇതെല്ലാം കൊണ്ട് അടിച്ച് പൊളിച്ച് ഇതൊക്കെ. യു ആർ ദ ഫാരിസി. നീ ഫാരിസന്മാർ, നിങ്ങളാണ് അജ്യേഷ്ഠൻ. അവൻ കണ്ടോ വന്ന് അപ്പൻ കൈക്കൊണ്ടു. അതിനകത്തെ വസ്തുതയിൽ മെയിൻ ക്യാരക്ടർ മുടിയനായ പുത്രനല്ല. ജീസസ് wanted to show the love of the Father. ഈ ഫാദറിന്റെ സ്നേഹത്തെയാണ് പുത്രൻ വെളിപ്പെടുത്തുന്നത്. ഈ പുത്രന്റെ സ്നേഹത്തെയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. Do you have the nature of Jesus Christ? നമ്മുടെ സഭകൾ വളർന്നേനെ വിപ്ലവകരമായ ഉണർവുണ്ടാകും. കാതലായ കാര്യം നമ്മൾ മിസ്സായി. We lost Jesus on the way. Praise the Lord. ഈ കോൺഫറൻസിനായി സ്തോത്രം. നമ്മൾ ഒറ്റ ചിന്തയേ ഉള്ളൂ, ജീസസ് ജീസസ് ജീസസ്. മടങ്ങി നിങ്ങൾ പോകുമ്പോൾ ഇത് ധ്യാനിക്കുക. എല്ലാ ഈ ബൈബിൾ വായിക്കുമ്പോഴും I want to see Jesus. Praise the Lord. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. നമ്മളതാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. കർത്താവ് ആരെയും പൊളിക്കാനല്ല, കർത്താവിനെ പണിയാനാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഞങ്ങളോട് ചോദിക്കട്ടെ, റിയലി നിങ്ങൾ വ്യക്തിപരമായി ഈ ബൈബിൾ പറയുന്ന ജീസസിൽ നിന്ന് അകലെയാണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഒന്ന് കാണട്ടെ.
ഞാൻ അകലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ഉണ്ടായി. നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു, ഈ ജീസസിനെ എനിക്ക് മനസ്സിലാക്കി, ഈ ജീസസിന്റെ ലൈഫ് ഹോളി സ്പിരിറ്റ് എനിക്ക് തരണം, എനിക്ക് അതുപോലെ ജീവിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്ക് അല്പസമയം ഒരുപാട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. കണ്ണുകളുടെ ചേർത്ത്. കുശവന്റെ കൈയിൽ കളി മണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കൈയിൽ കളി മണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ആപത്തു വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം ചേർന്ന് പാടിക്കട്ടെ. എനിക്കായി മുറിവേറ്റ തിരുക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. ഓ എനിക്കായി മുറിവേറ്റ തിരുക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ പാടിക്കട്ടെ. ആമേൻ. അങ്ങയുടെ Spirit of the living God. ആപത്തു വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. അകലാത്തയൻ. ദൈവാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എന്റെ ഗീതം പോലെ നടത്തരുതേ. വായ തുറന്ന് വിശ്വാസത്താൽ പറഞ്ഞാലേ നയിക്കണമേ. എന്റെ ഗീതം പോലെ നടത്തരുതേ. തിരുഗീതം പോലെ നയിക്കണമേ.
അവിശ്വസ്തത ചെയ്തെന്നിരിക്കട്ടെ, ഭർത്താവ് അവിശ്വസ്തത ചെയ്തെന്നിരിക്കട്ടെ, കർത്താവിന്റെ മനോഭാവം ശമര്യക്കാരത്തി സ്ത്രീയോടുള്ള ബന്ധത്തിലുള്ളത് വചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാണോ? അത്ഭുതം ദൈവം ചെയ്യും. Praise the Lord. നിങ്ങൾ സംശയിക്കുന്ന, നിങ്ങൾ ആരോപണം ഉയർത്തിയിരിക്കുന്ന ആളിനെ ദൈവത്തിന് ഇനി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സമയത്ത് അത്ഭുതം നടക്കും. ഈ വചനം നിങ്ങളുടെ അകത്ത് കയറി നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുക. അന്നേരം നിങ്ങളുടെ സംശയത്തോട് പിടിച്ചു നിൽക്കരുത്, കെട്ട് പൊട്ടുക. ഇപ്പം നിങ്ങളുടെ അകത്തെ ആ സംശയങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ കോട്ടകൾ, ആ സമാരിറ്റൻ വുമന്റെ ആ വിഷയം വന്നപ്പോൾ നിങ്ങളുടെ അകത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അത്ര ഭയാനകമായ പാപം ചെയ്ത ആളിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ? നിത്യജീവനിലേക്ക് അവളെ നടത്തുന്നത് കണ്ടോ? പോരാ, നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ നിയമ ആരാധനയുടെ വെളിപ്പാട് ഇവൾക്കാ കർത്താവ് കൊടുത്തത്. ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അതാർക്കാ കൊടുത്തെന്നറിയാമോ? ടു ദ സമാരിറ്റൻ വുമൻ. ശമര്യക്കാർ എഴുതിത്തള്ളിയ, സകലരും എഴുതിത്തള്ളിയ, ഒരുടഞ്ഞ പാത്രമായി തള്ളപ്പെട്ട ഈ സ്ത്രീയെ how God took her, എങ്ങനെ അവളെ പണിതത്, എങ്ങനെ ആരാക്കി തീർത്തു. Can you imagine the love of Jesus Christ? ഈ സ്വഭാവം നമ്മുടെ അകത്ത് വന്നാലോ? ഈ സ്വഭാവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നാലോ? അടുത്തൊരു സൈക്കോളജിസ്റ്റ് അല്ല നിനക്ക് ആവശ്യം. ആത്മാവ് നിന്നോട് ഹൃദ്യമായി ഇടപെടുമ്പോൾ വചനത്തിന് സ്ഥാനം വര. ക്രിസ്തുവിനെയാണ് നിനക്ക് ആവശ്യം, ഹോളി സ്പിരിറ്റിനെയാണ് നിനക്ക് ആവശ്യം. ബന്ധം വിച്ഛേദിക്കുമെന്ന് തീരുമാനമെടുത്ത ആ തീരുമാനമല്ല, അതെടുത്ത് ദൂരകളാം. ദൈവത്തിന് പണിയാൻ കഴിയും, ദൈവത്തിന് പണിയാൻ കഴിയും. എല്ലാം കണ്ണു മടച്ചാട്ടെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മളെ എംപവർ ചെയ്യണം. കേവലം ഈ കോൺഫറൻസ് കൊണ്ട് തീരുന്നതല്ല ഉണർവ്. നോ നോ, ജീസസിനെ ഈ കോൺഫറൻസിൽ ഇട്ടേച്ച് പോവരുത്. ദൈവത്തിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അക്കമിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് എഴുതിയെങ്കിൽ തളിഞ്ഞേച്ച് പോകരുത്. ഇതുപോലെയുള്ള ഒരു ജീവിതമാണ് നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങളെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശമാണ് നമ്മൾ ഈ 2 ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. That is to live like Jesus lived. Hallelujah, hallelujah, hallelujah. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് യേശു വരണമേ, എന്നിൽ യേശു വരണമേ. പരിശുദ്ധാത്മാവിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലായി. യേശു ജീവിച്ചതുപോലെ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. എന്റെ മനോഭാവത്തെ ചേഞ്ച് ചെയ്യണമേ. എന്റെ പിടിവാശികൾ ഞാൻ വിടുന്നു, കണക്ക് പറയുന്നതൊക്കെ ഞാൻ വിടുന്നു. ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ, സ്നേഹിപ്പാൻ ഞാൻ തയ്യാറാണ് കർത്താവേ, ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവസന്നിധിയിൽ. Jesus, Jesus, hallelujah, hallelujah, hallelujah. യുകെക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പലരെയും നമ്മൾ എഴുതി തള്ളിയവർ യുകെയിൽ ഉണ്ടല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് അവരെ പണിയുവാൻ കഴിയും. ജീസസിന്റെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം അയക്കും. Glory to Jesus. Spirit of God, Spirit of Jesus. നിങ്ങളിൽ ചിലരെ ദൈവാത്മാവ് ഈ സമയത്ത് തൊടും, പരിശുദ്ധാത്മാവ് ഈ സമയത്ത് തൊടും. നിങ്ങളുടെ ആളത്വത്തെ ദൈവത്തിന് മാറ്റാൻ കഴിയും. മുറുകെ പറ്റുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയും. You need the touch of God. Hallelujah, 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 hallelujah,
I pray, ഒരു പെന്തക്കോസ്തിന്റെ അനുഭവം സ്വർഗീയ പിതാവേ അവരുടെ പുത്രന്റെ നാമം നിമിത്തം ഞങ്ങളുടെ മേൽ പകരണമേ. ആൾ മാറിയവരായി സ്വഭാവത്തിന് സാരമായ വ്യത്യാസമുണ്ടായി ട്രാക്കിൽ ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ ജീസസ്. ഹസ്ബൻഡ് വൈഫ്സ് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ കരം കോർത്താട്ടെ. ഇല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കരം കോർത്താട്ടെ. എവിടെയെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ടെങ്കിൽ you can go. പ്രത്യേകിച്ച് നിങ്ങൾ വുമനോടുള്ള ബന്ധത്തിൽ ജീസസ് was so respectful. സഹോദരന്മാരായ നമ്മുടെ അകത്ത് ആ ഒരു സ്വഭാവം ഉണ്ടാകട്ടെ. നമ്മൾക്ക് തോന്നുന്നത് വിളിക്കുവാൻ കർത്താവ് നമുക്ക് കൂട്ടാളിയായി തന്നിരിക്കുന്ന ആളിനെ വിളിക്കാൻ നമുക്ക് അനുവാദമില്ല. ജീസസിന്റെ സ്വഭാവത്തിന് ചേരുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ഹസ്ബൻഡിനെയും ഓരോ വൈഫിനെയും അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോറൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്ന് രാത്രി അത് മെൻഡ് ചെയ്യണമേ. മനുഷ്യന്റെ വാക്കുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ആത്മപ്രവർത്തനമുണ്ടാകണമേ. ഈ ഓരോ കുടുംബ ജീവിതത്തിലൂടെ കർത്താവ് മഹത്വം എടുക്കണമേ. ക്രിസ്തു കാൽ കഴുകിയതുപോലെ അവരുടെ ഉള്ളത്തിൽ ആ ഒരു നേച്ചർ കൊടുക്കണമേ. ക്രിസ്തു സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുന്ന നേച്ചർ കൊടുക്കണമേ. കുറവുള്ളവരെയും പരിഗണിച്ച് അവരെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി അവരെ നിത്യജീവനിലേക്ക് നടത്തിയ ആ ഒരു സ്വഭാവം അവരുടെ ഉള്ളിൽ കൊടുക്കണമേ. ഇഹലോകത്തിലെ ജീവിതം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അത് സെക്കൻഡറി ആക്കുവാൻ അവിടുത്തെ ജനത്തിന് കൃപ കൊടുക്കണമേ. Father, in the name of Jesus, I bless your people. ഇവർക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുക ഇല്ല എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ മേൽ പ്രഖ്യാപിക്കും. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമം നിമിത്തം ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. ഇന്ന് രാത്രിയിൽ അങ്ങ് മഹത്വം എടുത്തിരിക്കാൻ സ്തോത്രം. ആത്മപ്രവൃത്തി ഞങ്ങളുടെ മേൽ അയച്ചതിനായി സ്തോത്രം. എല്ലാ ബഹുമാനവും ആരാധനയും പുകഴ്ചയും ഞങ്ങൾ അങ്ങയ്ക്ക് മാത്രം തരുന്നു. യേശു നാമത്തിൽ തന്നെ. God bless you.